തിയേറ്റർ ഷെയറിൽ ഏകദേശം 100 കോടി രൂപ മലയാളത്തിൽ ആദ്യമായിട്ട് എമ്പുരാൻ എന്ന സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഇന്ന് ഭയങ്കര വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ഇഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കാരണങ്ങൾ പലതുമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് സൊസൈറ്റി. അതിനകത്ത് ഗുജറാത്ത് കലാപമാണ് ഇതിനകത്ത് ഒരു ബേസ് ആയിട്ട് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പിന്നീട് പറയുന്നത്. ഗുജറാത്ത് കലാപവും ഈ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ഇല്ലെങ്കിൽ ഇത്ര വലിയൊരു വിജയത്തിലേക്ക് എമ്പുരാൻ എന്ന സിനിമ പോകുമെന്ന് തോന്നുന്നുണ്ട്. ആക്ച്വലി അതൊരു ഡീപ്പ് ക്വസ്റ്റ്യൻ ആണ്. തുടക്കത്തിൽ തന്നെ പൃഥ്വിരാജ് അതേപോലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതൊരു ചെറിയ സിനിമയാണ് എന്നുള്ളത്. എമ്പുരാൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എമ്പുരാൻ ഈസ് ആക്ച്വലി ലൂസിഫറിന്റെ അത്ര ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് ആർക്കും എമ്പുരാനോട് ഫീൽ ചെയ്യുന്നില്ല. മുരളി ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സാൻഡ്വിച്ച് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നടുക്കത്തെ പീസാണ്, അതിന്റെ പാറ്റിയാണ് എന്നുള്ള ലെവലിൽ, അതായത് മുകളിലത്തെ ലെയറിനെ അടിയത്തെ ലെയറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയർ എന്നുള്ള ലെവലിൽ മാത്രം കണ്ടാൽ മതി എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ലൂസിഫർ സിനിമയിൽ തന്നെയുള്ള പൃഥ്വിരാജ് അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടറിന്റെ പാസ്റ്റും റിവെഞ്ചും മൂപ്പരാളിനെയാണ് ഇതിൽ ആക്ച്വലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ള വേറൊരു ഏരിയ, അതായത് കേരളം വിട്ടിട്ടുള്ള ഒരു ഏരിയ ആക്ച്വലി ഗുജറാത്ത് ജീനോസൈഡ് ആണ് എന്നുള്ളത് നല്ല രീതിക്ക് എന്ത് മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ടൈമിങ് പറയുന്നതായിക്കോട്ടെ, ഇപ്പൊ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുള്ള പല ഇതിന്റെ പ്രതി എന്ന് പറഞ്ഞപ്പോ കോടതി വെറുതെ വിട്ട ബജ്രംഗി അദ്ദേഹത്തിന്റെ പേര് വരെ ഒരു ചെറിയ ഡിഫറൻസിലാണ്. അല്ല ആക്ച്വലി അതേ രീതിയിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഡിഫറൻസ് ഇല്ല, ലാസ്റ്റ് നെയിം സെയിം ആണെന്ന് പറഞ്ഞു. അതായത് ബൽദേവ് എന്നുള്ള ലെവലിലാണെങ്കിലും ബജ്രംഗി എന്നുള്ള പേരിലാണെന്നുണ്ടെങ്കിലും ആക്ച്വലി രണ്ടുപേരും ഉണ്ട്. ഗുജറാത്ത് കലാപത്തിൽ നേരിട്ട് പങ്കുള്ള ബജ്രംഗി എന്ന് പറഞ്ഞിട്ടുള്ള പേരുള്ള ഒരാളും ഉണ്ട്, ബൽദേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അതാണ് ആക്ച്വലി ഈ സിനിമേനെ എന്താക്കിയത്. ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഒരു സിനിമേനെ എത്തിച്ചത് അതിന്റെ കണ്ടന്റോ അതിന്റെ മേക്കിങ്ങോ അതൊന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് അല്ലല്ലോ. ഇപ്പോൾ ഈ സിനിമ ഒരു ചെറിയ സിനിമ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു സിനിമ പാർലമെന്റിലെത്തി, പാർലമെന്റിൽ വൻ പ്രക്ഷോഭവും കാര്യങ്ങളും ഇതൊക്കെ നടന്നു. അതായത് ഒരു സിനിമേനെ പറ്റിയിട്ട് പാർലമെന്റിൽ വരെ എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു മരുന്ന് വേണം. ആ സിനിമക്ക് ഒരു മരുന്ന് വേണം. അതായത് പലരും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളെയും തുറന്നു കാണിച്ചു കൊടുത്തു. ആക്ച്വലി ഈ ഒരു ജനറേഷനിൽ ആരും അവെയർ അല്ലാതിരുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ, അതായത് ഇന്നത്തെ കറന്റ് സിറ്റുവേഷനിൽ നമ്മുടെ ഓപ്പോസിഷന് നട്ടലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സിനിമ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്താണോ ഇത്രയും നാളും ഒളിപ്പിച്ച് കവറപ്പ് ചെയ്ത് ഷുഗർ കോട്ട് ചെയ്ത് നമ്മുടെ നാട്ടിൽ ഒളിച്ചു കടത്താൻ ശ്രമിച്ച പല കാര്യങ്ങളെയാണ് ഈ സിനിമ തുറന്നു കാണിച്ചത്. എന്റെ ഫ്രണ്ട് ദിൽബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പോസ്റ്റ് ഞാൻ വായിച്ചായിരുന്നു. അതായത് അവന്റെ വീട്ടിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആരാണ് ബിൽക്കിസ് ബാനു എന്നുള്ളത് ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. ഓക്കെ, എന്താണ് ഗുജറാത്ത് കലാപം എന്നുള്ളതിനെ പറ്റിയിട്ട് അവര് റിസർച്ച് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ അത്രയും ചെറിയൊരു കുട്ടി ഇതിനെ പറ്റിയിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിനിമ അവിടെ വിജയിച്ചു. അതായത് അവർക്ക് കളക്ഷനേക്കാൾ കൂടുതൽ എല്ലാവർക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. ആ കാര്യത്തിൽ ഈ സിനിമ വിജയിച്ചു. അപ്പൊ അങ്ങനെ വീണ്ടും ഒരു സ്റ്റെപ്പും കൂടി എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സിനിമ, വളരെ ചെറിയ സിനിമ, പക്ഷെ അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട്, അതായത് ഇപ്പൊ എന്താ ഉള്ളത് ചോദിച്ചാല് നമ്മുടെ ഒരു മാസ് മസാല മൂവി, കാരണം ഒരു പൊളിറ്റിക്കൽ മൂവീസ് ആണ് നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ പൊളിറ്റിക്സിനെ ചർച്ച ചെയ്യല്, അതിന് അത്യാവശ്യം റീച്ച് കിട്ടാറില്ല, സ്വാഭാവികമാണ്. പക്ഷെ ഒരു മാസ് മസാല മൂവിന്റെ ഉള്ളിൽ പൊളിറ്റിക്സിനെ ഇത്രമാത്രം, സത്യം പറഞ്ഞാൽ ഇതിലിപ്പോ നമ്മൾ സംസാരിക്കേണ്ട ശരിക്കും എന്താ, മോഹൻലാലിന്റെ ഇൻട്രോ, മോഹൻലാലിന്റെ ഫാൻസിന്റെ അവന് അല്ലെങ്കിൽ പൃഥ്വിരാജ്, ഇതിലിപ്പോ ഞാൻ മൂവി കണ്ടിട്ടില്ല, പക്ഷെ മൂവി കണ്ടവരൊക്കെ പറഞ്ഞത് മോഹൻലാൽ കുറഞ്ഞ സമയമുള്ളൂ, ഇത് ഫുൾ ഒരു പൃഥ്വിരാജ് മൂവിയായി മാറി. അപ്പൊ പൃഥ്വിരാജ് അഭിനയിച്ചോ, അതിന്റെ ടെക്നിക്കൽ സൈഡ് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് എമ്പുരാൻ കണ്ടവരും പറഞ്ഞത് മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല ടെക്നിക്കൽ മൂവി ആണ് എന്നുള്ള കാര്യം തന്നെ. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതൊരു പൊളിറ്റിക്കൽ മൂവി ആയ മാതിരിയായി. ഇപ്പൊ ആർട്ടിക്കിളോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ മൂവിയോ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട വെച്ചിട്ടുള്ള ഒരു മൂവി എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് ഒരു മാസ് മസാല മൂവിയെ മാറ്റി. അതിന് എന്റെ അഭിപ്രായത്തിൽ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ഒരു പരിധി വരെ ഇതൊരു കോൺട്രവേഴ്സി ആയിക്കോട്ടെ ഇട്ട് കൊടുത്തു എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഏറ്റുപിടിച്ചവരാണ് ഇതിനൊരു ഇത്രയേറെ ഡീപ്പ് പൊളിറ്റിക്സ് ഒക്കെ കൊണ്ടുവരുന്നത്. ഒരു ബുദ്ധിമാനായ ആളല്ല, ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് പൃഥ്വിരാജ് എന്നുണ്ടെങ്കിൽ ഇത് വെറും ഒരു കൊമേഴ്ഷ്യൽ പടമാക്കിയിട്ട് ശരിക്കും ചെയ്യാമായിരുന്നല്ലോ. പക്ഷേ തനിക്ക് പറയാനുള്ള പൊളിറ്റിക്സ് തന്റെ
എഴുതിയത് മുരളീഗോപി ആണെങ്കിൽ പോലും പൃഥ്വിരാജിനെയാണല്ലോ ആളുകൾ കാണുന്നത്. ഇതിന്റെ ഒരു മാർക്കറ്റിംഗ്, പൃഥ്വിരാജ് ഒരു സാധനം ചെയ്യുമ്പോൾ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവും, അതിനൊരു ഇന്റർനാഷണൽ സ്റ്റൈൽ ഉണ്ടാവുന്നതാണല്ലോ മൊത്തത്തിൽ പറയപ്പെടുന്നത്. അങ്ങനെ പൃഥ്വിരാജ് ചിന്തിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും ശരിക്കും? അതായത് ആക്ച്വലി പൊളിറ്റിക്സ് ഇതിനകത്ത് കൃത്യമായിട്ട് വേണം. ഇതിന്റെ ഒരു പൊളിറ്റിക്സ് ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പൊളിറ്റിക്സ് ഒരു മുന്നോട്ട് വെക്കാന്നുള്ളതും ആ സൈഡ് പൃഥ്വിരാജ് ഡയറക്ടർ എന്ന രീതിയിൽ പൃഥ്വിരാജിന് ബേസിക് ആയിട്ട് ഒരു സാധനം എന്താ വേണ്ടി? സിനിമ പറഞ്ഞാൽ ഒരു കച്ചവടമാണ്, ബിസിനസ്. അറ്റ്ലാസ്റ്റ് അവർക്ക് പ്രോഫിറ്റ് വേണം. അറ്റ്ലാസ്റ്റ് പ്രോഫിറ്റ് വേണമെങ്കിൽ ഈ ഇതിന്റെ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ വലുതാണ്. നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോ ബുക്സിൽ തന്നെ നമ്മുടെ ഡാവിഞ്ചി കോഡ്, ഡാൻ ബ്രൗണ്ട്, അത് പല ചർച്ചകളിൽ പോലും നമ്മൾ വായിക്കരുത്. കാരണം അത്രയേറെ ക്രിസ്ത്യാനിറ്റിനെ അടിയൊഴിക്കുന്ന ചോദ്യം ചെയ്ത ഒരു പുസ്തകമാണ് ഡാൻ ബ്രൗണ്ട് ഡാവിഞ്ചി കോഡ്. അത് മൂവിയിലോട്ട് വന്നപ്പോൾ ബുക്കിന്റെ 1/4 പോലും ഇല്ല എന്ന് പറയപ്പെട്ടെങ്കിൽ പോലും ആ മൂവി അറൌണ്ട് 750 സംതിങ് മില്യൺസിന്റെ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി. നമ്മുടെ എന്തിനു പങ്കെടുക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ തന്നെ പി കെ ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. ആ സമയത്ത് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടും ഇത് അല്ലാത്തത് ഐ മീൻ ന്യൂസുകളിൽ മാത്രം ഒതുങ്ങി പോയത് കൊണ്ട് മാത്രം ലൂസിഫർ ഉണ്ടാക്കിയതിലേറെ കോൺട്രവേഴ്സി സത്യം പറഞ്ഞ പി കെ ഈ സമയത്താണ് ഇറങ്ങുന്നെങ്കിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൂടെ ഒരു ബിസിനസ് പിടിക്കുക എന്നുള്ളതും കൂടെ ഇതിനൊരു ഭാഗമായിട്ട് പൊളിറ്റിക്സ് കൂടെ പറഞ്ഞാൽ ധൈര്യം ഉണ്ടെങ്കിലും, പക്ഷെ ആ സമയത്ത് ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ ഇപ്പൊ ലാസ്റ്റ് ഈ ഒരു കോൺട്രവേഴ്സി വന്നേക്കിന് എന്റെ ഒരു അഭിപ്രായത്തിൽ 1 വീക്ക് ഓടിയിട്ട് അവരെ എന്തെങ്കിലും ഇതാക്കി. ഇത് ഓൺ ദ സ്പോട്ടിൽ തന്നെ മോഹൻലാലിന്റെ ഒരു കുറിപ്പ് വന്നു. അത് പൃഥ്വിരാജും ഇവരും റീഷെയർ ചെയ്ത് പെട്ടെന്ന് വന്ന് വന്ന ഉടനെ തന്നെ അവര് അതിനോട് റിയാക്ട് ചെയ്ത്. അതിനോട് മുരളീഗോപി മാത്രം ഒന്ന് ലേറ്റ് ആയിട്ടുള്ളൂ. അതിനകത്ത് ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്ന കാര്യമാണ്, പൃഥ്വിരാജിനെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന പിന്നെ അയാൾക്ക് ചുറ്റും ഒരു ജൽപ്പനം, ഒരു ടീം ഉണ്ട് അയാളുടെ പിന്നെ. സ്വാഭാവികമായിട്ടും മോഹൻലാൽ ആരെ വിശ്വസിച്ച്, പൃഥ്വിരാജിനെ വിശ്വസിച്ചിട്ടാണ് എന്ത് വരുന്നത് ഈ സിനിമ ഏറ്റെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പൃഥ്വിരാജിന് എന്താക്കണം, ആ വിശ്വാസത നിലനിർത്തണം എന്നുള്ളത് കൊണ്ട് ആ ഒരു പ്രഷർ കൊണ്ടാവാം ചിലപ്പം പൃഥ്വിരാജ് അത് ഷെയർ ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു. അയാൾക്ക് ഇനി ഒരുപാട് സിനിമകൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ ഇതിനെ പറ്റി ചിന്തിച്ചു എന്നുള്ളത് തന്നെ. പിന്നെ മറ്റു മലയാള നടന്മാരൊന്നും ഈ ഇങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ, അല്ലെങ്കിൽ സ്വന്തം സിനിമയിൽ പല ആളുകളും പിന്നെ സ്ത്രീകളടക്കം പിന്നെ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു യുവതലമുറയുള്ള ഒരു ടൈമിൽ പൃഥ്വിരാജിനെ പറ്റി ചിന്തിച്ചു എന്നുള്ളത്, ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഇതുപോലെ വരണം എന്ന് അയാൾ ചിന്തിച്ചത് തന്നെ ഭയങ്കര ഒരു പിന്നെ അയാൾ അഭിനന്ദിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എനിക്ക് അവിടെ ഒരു ടേക്കുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പൃഥ്വിരാജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ നമുക്ക് തുടങ്ങാം, ലൂസിഫറിൽ അങ്ങേര് സംസാരിച്ചു വെച്ചത് ഇല്ലുമിനാറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി പൊളിറ്റിക്സിനെ പറ്റിയിട്ടോ അത് മാത്രമൊന്നുമല്ല. ലൂസിഫർ ഈസ് ആക്ച്വലി ഒരു മൾട്ടി ലെയേർഡ് ആർട്ടാണ്. അത് ആക്ച്വലി ഒരു സിനിമ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ലൗഡായിട്ടാണ് സംസാരിച്ചുകൊണ്ടിട്ടുള്ളത്. കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന ആ ഒരു എലീറ്റ്സ്, പിന്നെ അതേപോലെ ഫാമിലി പൊളിറ്റിക്സിന്റെ ഉള്ളിലുള്ള ഇന്നർ പൊളിറ്റിക്സ്, ഈവൻ ലെയേർഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ്, ഇതിന്റെ ഒക്കെ പുറമെ ഈ നമ്മൾ വിചാരിക്കും ആക്ച്വലി നമ്മളാണ് ഈ ഡെമോക്രസിയിൽ ഏറ്റവും സുപ്പീരിയർ പവറിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു പവർ ഉണ്ട് ആസ് ആൻ ഇൻഡിവിജ്വൽ വോട്ടേഴ്സ്, നമുക്ക് അവിടെ നല്ല പവർ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ വിചാരിക്കും. നമ്മൾ എലക്ട് ചെയ്ത് വിടുന്ന ആൾക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു തോട്ട് നമുക്കുണ്ട്. ആക്ച്വലി അത് അങ്ങനെയൊന്നും അല്ല. നമ്മളേനെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ പ്രൊവോക്കേറ്റീവ് ആയിട്ട് വളരെ ചെറിയൊരു എഫേർട്ടിൽ നമ്മളേനെ പൊട്ടന്മാരാക്കുന്നുണ്ട് എന്നുള്ളത് ലൂസിഫർ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും. അതായത് നമുക്ക് അവിടെ പവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒക്കെ നമ്മൾ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ വോട്ടിനെ പോലും അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര ലൗഡായിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം അവിടെ ഒരു വേറൊരു പവർ ഉണ്ട് എന്നുള്ളതും ആ പവർ എന്ത് ബേസ് ചെയ്തിട്ടുള്ള പവർ ആണെന്നുള്ളതും അവരെന്ത് രീതിയിലാണ് ഇതിനൊക്കെ ഫിനാൻസ് ചെയ്യുന്നത് എന്നുള്ളതും അവരെങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് എൻട്രി എടുക്കുന്നത്, ആ എൻട്രി അവരെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അന്ന് 5 വർഷം മുന്നേ ലൂസിഫർ പറഞ്ഞ അതേ സിറ്റുവേഷൻ ആണ് എമ്പുരാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന സിറ്റുവേഷൻ അല്ലേ. അതായത് ഡ്രഗ്സ് വന്ന് പല രീതിയിലുള്ള ഡ്രഗ്സ് വരും, പൊളിറ്റിക്സ് വഴി അവരെന്ത് ചെയ്യും, ഒരു ഗേറ്റ് വേ ഉണ്ടാക്കും. ഡ്രഗ്സ് നമ്മുടെ നാട്ടില് പൊളിറ്റിക്സിന്റെ സപ്പോർട്ടില്ല, ഹയർ പൊളിറ്റീഷ്യൻസിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഡ്രഗ്സിന് ഇത്രമാത്രം വ്യാപിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഒബ്വിയസ്ലി വരാൻ കഴിയൂല. അപ്പൊ ആ ഒരു സംഭവം 5 വർഷം മുന്നേ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ എമ്പുരാനിൽ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ്, അതായത് പൊളിറ്റിക്കൽ സിനാരിയോസിൽ നമ്മൾ അന്ന് സംസാരിച്ച പോലെ ടൊവിനോ അവതരിപ്പിച്ച ആ ക്യാരക്ടറിന്റെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ
ചാനൽ. നിങ്ങൾക്ക് ഇപ്പൊ മൂന്നാള് പറഞ്ഞല്ലോ, പിന്നെ ആ സിനിമ കാണിച്ചൊരു സംഭവം തന്നെയാണ് ഇന്നത്തെ കേരളം അങ്ങനെയാണ് പോകുന്നത്. ഈ സിനിമ അവസാനിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് UDF YDF അങ്ങനെന്താണ് ഈ പാർട്ടിയുടെ പേര് കാണിക്കുന്നത്. UDF എന്ന പാർട്ടി പിളരുകയും സിനിമയിൽ കാണിക്കുന്നതാണ്. UDF എന്ന പാർട്ടി പിളരുകയും ഇതിനകത്ത് പിന്നെ ടൊവിനോ തോമസ് BJP പോലത്തെ ഒരു പാർട്ടിയാണ് കാണിക്കുന്നത്, ഒരു ഹിന്ദുത്വ പാർട്ടിനെ ആയിട്ട് ലയിക്കുകയും ഇതിനകത്ത് പറയുന്നുണ്ട് 35 ഞങ്ങൾക്ക് ഒരു 35 MLA-മാര് മതി. സുരാജിന്റെ കഥാപാത്രം പറയുന്നുണ്ട് എമ്പുരാനില്, പിന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭരിക്കാനെന്ന് പറഞ്ഞിട്ട് ടൊവിനോ എന്താക്കാണ് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് പോവുകയും എന്നിട്ട് ഈ പാർട്ടിയെ രക്ഷിക്കാനായിട്ട് മഞ്ജു വാര്യർ കടന്നു വരികയാണ് ഈ സിനിമ കാണിക്കുന്നത്. ഭാവിയിൽ അത്തരത്തിൽ കേരളത്തിൽ പോയി നമ്മൾ UDF ആണോ LDF ആണോ എന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു BJP-നെ ആയിട്ട് ഒരു ഷെയർ ചെയ്യാൻ സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടി BJP-ക്ക് എന്തായാലും പെട്ടെന്നൊരു ഒറ്റക്ക് ഭരിക്കാനുള്ള ഒരു ടൈം ഇപ്പൊ ഈ അടുത്ത് വരും തോന്നുന്നില്ല. പക്ഷെ വേറൊരു പിന്നെ UDF-നായിട്ട് LDF-നായിട്ട് BJP ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ സിനിമ കാണുന്നുണ്ടോ? അതില് ഇപ്പോ ഞാൻ കാണുന്നത് വെച്ചാല് നമ്മൾ കാണുന്നത് വെച്ചാല് അതായത് ഇപ്പൊ ഈ കേരളത്തില് 2 കക്ഷികളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, UDF-ഉം LDF-ഉം. അതില് BJP ഇപ്പോ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് നിൽക്കുന്നത് സെൻട്രലിലാണ്. അവർക്ക് ഇനി കേരളത്തിലോട്ട് പെനിട്രേറ്റ് ചെയ്യണം, അതിനുള്ള പരിപാടികൾ എടുക്കുന്നുണ്ട്. ഈവൻ ഒരു സീറ്റ് പോലും ഇല്ലാത്തടുത്ത് ഒരു MP BJP-ക്ക് വന്നിട്ടുണ്ട്. അത് ഓക്കെ, അത് എനിവേ ചിലപ്പോൾ പേഴ്സണൽ കാര്യം, ഐ മീൻ 11 സ്ഥലത്ത് 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതെ, 11 സ്ഥലത്ത് 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ MP-ന്റെ ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ സ്വന്തം പേര് കൊണ്ട് വന്നതാണ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കുറച്ച് ഒരു അറൗണ്ട് ആ വോട്ടും ഇനിയിപ്പോൾ അതല്ലെങ്കിലും അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ BJP-യുമായി അടുക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയത്ത് അപ്പുറത്തൊരു പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അവർക്ക് അറ്റ്ലാസ്റ്റ് എന്താ വെച്ചാൽ നിലനിൽപ്പാണ് ആവശ്യം, നിലനിൽപ്പുകളാണ് ആവശ്യം. അപ്പൊ നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം പോകുന്ന ഒരു പൊളിറ്റിക്സിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അതിലിപ്പോ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ UDF അടുക്കൂ LDF അടുക്കൂ എന്നുള്ളത് ഫുള്ളി പോയില്ലെങ്കിൽ അതിനകത്ത് ഒരു ബസ് ലീഡറൊക്കെ ചിലപ്പം BJP-ലേക്ക് ആയിട്ട് അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പോകാനൊക്കെ ചിലപ്പോൾ സാധ്യത. എനിക്ക് അവിടെ ഉള്ള ഒരു ടേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ BJP അങ്ങനെയാണ്, ഏത് സ്റ്റേറ്റില് എവിടെ BJP വിത്തിട്ടിട്ടുണ്ടോ അങ്ങനെയാണ് വിത്തിട്ടിട്ടുള്ളത്. അതായത് പർച്ചേസിംഗ് പവർ മാത്രമല്ല, അവിടെയാണ് ഒരു ചോയ്സ് വരുന്നത്. അങ്ങനെയുള്ള ആളുകളുണ്ട് എപ്പോഴും പിന്നെന്താണ് മന്ത്രിയാവണം, എപ്പോഴും PC ജോർജ് വിചാരിക്കുന്ന, എപ്പോഴും അങ്ങനെ പോലീസും അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് ചുറ്റും ആളുകൾ വേണം, സെല്യൂട്ട് ചെയ്യാൻ ആളുകളുണ്ടാവും, എന്നെ കണ്ട രണ്ടുപേര് സെല്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കും, അതുപോലെ വേണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു ടൈം ചിലപ്പോ അങ്ങനെയൊക്കെ ചിലപ്പം സാധിക്കാൻ സാധ്യത ഉണ്ടാവും. മേ ബി എന്താ പറയാ, അവരുടെ പവർ ഒരു വളരെ ലോ പോയിന്റ് എത്തുന്ന മുന്നേ ഇതൊരു വൈസ് ഡിസിഷൻ ആവാം എന്ന് വിചാരിച്ച് നേരത്തെ BJP-യിലോട്ട് ചാടി BJP-ക്ക് ഇൻ ദി എൻഡ് ഒരു പൊസിഷൻ കിട്ടുന്ന രീതിയിലായി വരാൻ നോട്ട് ഇൻ ദ നെക്സ്റ്റ് 5 years, മേ ബി ഇൻ ദ നെക്സ്റ്റ് 10 to 15 years കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വേറൊരു സംഭവം കൂടി ഉണ്ട്. അതായത് BJP അല്ലെങ്കിൽ BJP അല്ലാതെ RSS-ഉമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള പാർട്ടികൾ എങ്ങനെയാണ് ബാക്കി സ്റ്റേറ്റ്സിലോട്ട് എൻട്രി എടുത്തിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തം. കാരണം അവരൊരിക്കലും ഫുൾ ടൈം മെജോറിറ്റിയിൽ നിന്നിട്ടില്ല. നമ്മൾ ഈ കുതിര കച്ചവടം എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല രീതിക്ക് അവർ വോട്ട് കിട്ടി ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെ മേടിച്ചിട്ടുണ്ട്. 100-200 കോടി കൊടുത്തിട്ട് എത്ര പ്രാവശ്യം എത്ര ഇലക്ഷൻസിൽ കോൺഗ്രസ് MLA-മാരെ ഫേമസ് അല്ലേ, പല റിസോർട്ടുകളും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പവർ മാത്രമല്ല, അതിന്റെ ബാക്കിൽ വേറൊരു കാര്യമുണ്ട്. They have a few agencies with them. മഹാരാഷ്ട്രയിലെ അതാണല്ലോ ജ്യോതിരാദിത്യ സിന്ധ്യനെ പോലത്തെ ലീഡേഴ്സ് ഒക്കെ ഉണ്ട് കോൺഗ്രസിന്റെ. അയാളൊക്കെ കോൺഗ്രസിന് ഭയങ്കര ലീഡറായിരുന്നു. അയാൾ ഇപ്പൊ കേന്ദ്രമന്ത്രിയാണ്. പിന്നെ അതേപോലെ മഹാരാഷ്ട്രയിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് NCP-യുമായി ബന്ധപ്പെട്ടിട്ട്. അവരുടെ കേസുകളൊക്കെ മൊത്തത്തിൽ ഒഴിവാക്കി കൊടുക്കാണ് ചെയ്യുന്നത്. അപ്പം BJP-യിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ തങ്ങളുടെ കേസുകളൊക്കെ 2 കാര്യമാണ്. ഒന്ന് ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റ് കേസുകൾ പോയി കേരളത്തിലെ ലീഡേഴ്സ് ഈവൻ പവറും ഉണ്ട്. ഒരുപാട് പാബ്ലോ സീരീസില് പ്ലാത്തോയ പ്ലോമോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താഴോട്ട് മണ്ണിലോട്ട് പോകണോ അല്ലെങ്കിൽ എല്ലാം ക്ലിയർ. അത് ഏറ്റവും കൂടുതൽ എവിഡന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡൽഹി ഇലക്ഷന്റെ സമയത്ത് നമ്മൾ കണ്ടത്. കാരണം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, പിണറായി വിജയൻ നമ്മുടെ CM ആണ്. ഒന്ന് ഇമാജിൻ ചെയ്യും, അടുത്ത ഇലക്ഷന്റെ ഒരു 2-3 ആഴ്ച മുന്നേ പഴയ കേസ് ഇപ്പോൾ ലാവലിൻ പോലത്തെ പല കേസുകളും പിണറായിക്കെതിരെ എടുക്കുന്ന കേസുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും ഒരു കേസ് കുത്തിപ്പൊക്കിയിട്ട് ആശാൻ ജയിലിൽ പോയി, എന്നിട്ട് അതിന്റെ ശേഷം നമുക്ക് ഇലക്ഷൻ വരികയാണ്. എന്തായിരിക്കും നമ്മുടെ നാട്ടിലത്തെ സിറ്റുവേഷൻ? അത് ആക്ച്വലി എവിഡന്റ് ആണ്. അത് ഓൾറെഡി അവർ കളിച്ച് കഴിഞ്ഞ ഗെയിമാണ്. ലൈക്ക് ഇൻ ഡൽഹി
ആലോചിക്കണം, ക്യാപിറ്റലില് വേറെ എവിടെയില്ല. ഓക്കെ, നമുക്ക് വിചാരിക്കാം, നോ ഒഫൻസ്, ചെറിയ സ്റ്റേറ്റ്സ് പോലത്തെ ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റേറ്റ്സിലാണ് അവർ ഈ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഇതാക്കാം. ഇത് ഏറ്റവും കൂടുതൽ മീഡിയ കവറേജ് ഉള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കി കാണുന്ന, നമ്മളെ പാർലമെന്റ് ആയിക്കോട്ടെ, നമ്മളെ ഭരിക്കുന്നതിൽ ഏറ്റവും മെയിൻ പവറിലുള്ള ഒരു സ്റ്റേറ്റിനെ എലിമിനേറ്റ് ചെയ്തത്. അതായത് അവിടെ ആ റൂളിംഗ് പാർട്ടീനെ കംപ്ലീറ്റ്ലി അവര് ആ റൂളിംഗ് പാർട്ടീനെ ഔട്ട് ഓഫ് ദ പിക്ചർ ആക്കിയത് ചെറിയൊരു ഗെയിമിലാണ്. അതും കളിച്ചത് CM-നായിട്ടാണ്. ഈ സെയിം സംഭവം നമ്മുടെ നാട്ടിലാണ് വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നടന്നുകൂടായിക്കൊന്നുമില്ല. ആക്ച്വലി അവര് ഗെയിംസ് എന്നുള്ളത് ലൈക് പൊളിറ്റിക്കൽ അവർ ഭയങ്കര ബ്രില്യന്റ് ആണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ 10 കൊല്ലം മുന്നേ ചിന്തിച്ച് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ്. കാരണം വെച്ചാൽ ഡൽഹിയുടെ കേസ് നമ്മൾ വേറെ തന്നെ കാണും. അതെ, കേരളമോ അല്ലെങ്കിൽ തമിഴ്നാടോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയോ ഗുജറാത്തോ ആയിട്ട് നമുക്ക് ഡൽഹിനെ കമ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവിടുത്തെ പവർ സിസ്റ്റം ഇറ്റ്സ് നോട്ട് സെയിം ആസ് സ്റ്റേറ്റുകളെ പോലെയല്ല. കാരണം ഇന്ത്യൻ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടത് ഒരു നല്ലൊരു ലൈഫും കാര്യങ്ങളാണ് എവിടത്തെയും പോലെ. അവര് ഈ ഒരു കാര്യം ചിന്തിക്കില്ല. പോലീസ് ഇവരാണ് ഭരിക്കുന്നത്, എനിക്ക് വെള്ളം ഇവരാണ് തരുന്നത്. ഞാനൊരു 5 വർഷം മുമ്പ് ഡൽഹിയിൽ പോയ സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പം ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കുറച്ചെങ്കിലും അറിയാം CPM-ന്റെ AKG സെന്റർ എവിടെ ആയിരിക്കും. നമ്മുടെ ആളുകൾക്ക് അവിടെയുള്ള ആളുകൾക്ക് എന്തുണ്ടാവും, നമുക്ക് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ഇപ്പം തിരുവനന്തപുരത്താണെങ്കിൽ അവിടെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്തുണ്ടാവും, അതിനെ പറ്റിയിട്ട് അറിവുണ്ടാവും. ഓക്കെ, പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടി. ഞാൻ അവിടെ പോയ സമയത്ത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ആ ടൈമിൽ AP ജയിച്ച സമയം. അപ്പൊ ഞാൻ ആ ഒരു ഓഫീസിലെ ആഘോഷം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാരത് ചോദിച്ചിട്ടാണ് ഞാൻ ആ ഓഫീസ് കണ്ടെത്തുന്നത്. അവര് ആ ചുറ്റും നടക്കുന്ന സംഭവത്തിലൊന്നും ഒരു ബോധമില്ല, വോട്ട് ചെയ്യുന്നു ആ രൂപത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് പോലെ പൊളിറ്റിക്സിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ BJP-ന്റെ കാര്യത്തിൽ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വെച്ചാൽ ആസ് ഒരു ബിസിനസ് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ BJP പക്ക ഒരു കോർപ്പറേറ്റ് ബിസിനസ് ഒരു സ്ട്രക്ചേർഡ് ആണ്. കാരണം അവർ ഫുൾ പ്രീ പ്ലാൻഡ് ആണ്. നെക്സ്റ്റ് 3 ഇയേഴ്സിൽ എന്ത് ചെയ്യണം, അതിനെ അടുത്തൊരു 10 to 15 ഇയേഴ്സിന് എന്ത് ചെയ്യണം. ഈവൻ 2014 അവർ ഭരണത്തേക്ക് വരുന്ന അവർ 1990s പ്ലാൻഡ് ആണ്. ഓരോ സ്ഥലത്ത് ഘട്ടമായിട്ട് അവർ എവിടെയും ഒറ്റയടിക്കില്ല. ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ നമുക്ക് നോക്കാം. അവർ എവിടെയാണ് കൊട്ടേണ്ടത് അവിടെ ചെറിയ ചെറിയ പാകി അതായത് അവിടെയാണ്. അതാണ് ഡൽഹിന്റെ കേസ് വന്നതെന്ന് വെച്ചാൽ, ഡൽഹിന്റെ കേസിൽ മെയിൻ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ എന്ന ഫേസ്, ആം ആദ്മി എന്നുള്ളത് അരവിന്ദ് കെജ്രിവാൾ എന്ന ഫേസിന് ശേഷമാണ്. അതായത് അന്നാസാറിന്റെ കൂടെ ഏതിനെതിരെ കറപ്ഷനെതിരെ പോരാടി വന്ന കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സർക്കാരിനെ മാറ്റി കറപ്ഷൻ ഇല്ലാത്തൊരു സർക്കാർ വന്നു. അതാണ് അവരുടെ ഇമേജ്. അല്ലാതെ അവർക്ക് മറ്റിപ്പോൾ CPM-നെ പോലെ കോൺഗ്രസിനെ എന്താ പറയാ, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ചരിത്രം പറയാനുണ്ടാവും. CPM-ന് ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട്. ആ ഒരു ഐഡിയോളജി ഇല്ലാത്ത ഒരു പാർട്ടിയാണ്. ആകെ അവർക്കുള്ള ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ആന്റി കറപ്ഷൻ. അവിടെ കൊട്ടുകൊടുത്തു, കറപ്റ്റഡ് ആയി എന്നുള്ള ഒരു കൊട്ടുകൊടുത്തു. കേരളത്തിൽ നടക്കാൻ മറ്റൊരു സാധ്യത ഞാൻ കാണുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണേ, ഇന്നലെ പാംബ്ലാനി എന്ന് പറഞ്ഞൊരു ലീഡർ ഉണ്ട്, നമ്മുടെ കത്തോലിക്ക സഭ. അവരുടെ ഒരു അച്ഛനാണ്. അയാൾ പറയുന്നത് ഞങ്ങള് ഇനി പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാന് പോവുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടി അത്തരത്തില് BJP ടാർഗറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് തോന്നുന്നുണ്ട് എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി അവർക്ക് ഒരു തീവ്ര ഹിന്ദുക്കളുടെ വോട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അവർക്ക് എങ്ങനെ അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ച് അവർക്ക് അത് അതിന് എക്സാമ്പിൾ ആയിട്ട് തൃശ്ശൂരുണ്ട്. എങ്ങനെ അതിന്റെ ഗ്രൗണ്ട് ലെവൽ എങ്ങനെ പണിയെടുക്കണം എന്നുള്ളത് അവർ കിട്ടിക്കഴിഞ്ഞു. ആളുകളെ സഹായിച്ചും അതിനെ മാർക്കറ്റ് ചെയ്യാനൊക്കെ അവർ കൃത്യമായിട്ട് പഠിച്ചു. അത്തരത്തിൽ ചെയ്യാൻ ഇനി അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് മുസ്ലിങ്ങളുടെ വോട്ട് അവര് വലുതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ആവശ്യമുള്ള സാധനം ക്രിസ്ത്യൻസിനായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ക്രിസ്ത്യൻസിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം ഈ മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ രക്ഷകനാണ് ഞങ്ങൾ, അങ്ങനെയാണ് സുരേഷ് ഗോപിനെ അവര് കഴിഞ്ഞാല് മുനമ്പം വഖഫ് ബോർഡിന്റെ വിധി വന്ന അന്ന് രാത്രി തന്നെ മുനമ്പത്ത് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് സുരേഷ് ഗോപി നന്ദി സർ എന്ന് പറഞ്ഞിട്ട് ആരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സുരേഷ് ഗോപിന്റെ ഒരു ഫോട്ടോ വന്നു, നന്ദി സർ എന്ന് പറയുന്നു. സുരേഷ് ഗോപി തലേ ദിവസം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് കേരള സർക്കാരും പ്രതിപക്ഷവും കൂടി ഇതിനെതിരെ ഈ വഖഫ് ബോർഡ് ബില്ലിനെതിരായിട്ടൊരു പ്രമേയം പാസ്സാക്കിയത് കേരള സർക്കാർ. ആ പ്രമേയത്തിനെ കടലിലിട്ട് ചവിട്ടി താഴ്ത്തുന്നു. അവർ പിറ്റേ ദിവസം ഈ സാധനം നടന്നത്. ഇവര് വരുന്നു, മെമ്പർഷിപ്പ് ഈ മുനമ്പം
സമരത്തിൽ പങ്കെടുത്ത ആളുകൾ BJP-യിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നു. പിന്നെ അവര് കടലിലേക്ക് മുനമ്പം ആളുകളൊക്കെ ഈ മീൻ പിടിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അതൊക്കെയാണ് ആ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ചരിത്രം വേറെ. അപ്പം അവര് കടലിലേക്ക് പോകുന്നു. സുരേഷ് ഗോപി പറഞ്ഞ പോലെ തന്നെ കടലിൽ താഴ്ത്തിട്ട് ചവിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം അത്തരത്തില് ഭയങ്കര എന്താണ് ഒരു കഥയൊക്കെ സ്റ്റോറി അവർ വിചാരിച്ച പോലെ തന്നെ പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട് ഇപ്പൊ 4-5 മാസം കൊണ്ട് വരും. അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ അവര് ഉണ്ടാക്കിയ തിരക്കഥ കൃത്യമായിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി ഏത് ദിശയിലോട്ടാണ്. എത്രയൊക്കെ ഇവിടെ ഭയങ്കര എന്താണ് മതേതരാണ്, അതേപോലെ ചിന്തിക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്കറിയാം കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ നിലവില് പ്രത്യേകിച്ചിട്ട് ഫേക്ക് ന്യൂസ് കൊണ്ടൊക്കെ തന്നെ ആളുകളുടെ ഉള്ളില് പ്രത്യേകിച്ചിട്ട് ഒരുപാട് ഫേക്ക് നറേഷൻസ് ഉണ്ടാക്കാൻ BJP-നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് ഏത് രൂപത്തിലായിരിക്കും. അതുപോലെ ലോക്സഭയിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കില്ല, കാരണം അത് വലിയൊരു ഷെയർ ആണ് വരുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാ. ചിലപ്പം പഞ്ചായത്ത് ഇലക്ഷനിൽ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാവാ നിയമസഭാ ഇലക്ഷനിൽ ആയിരിക്കും. അല്ല, ഇതിലിപ്പോ എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് BJP-ന്റെ കാര്യം പറയുമ്പോൾ കാസയെ പോലെയുള്ള സംഘടനകളുണ്ട്. അവരൊക്കെ ഒരു മതത്തെയോ ഒരു കാറ്റഗറിയെയോ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അവരുടെ വർക്ക് ഏത് ദിശയിലായിട്ടാണ് പോകുന്നത്. കാരണം അത്തരത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന എല്ലാ കാര്യങ്ങളും അവർ അപ്ഡേറ്റഡ് ആണ്. എന്നാൽ അവർക്കെതിരെ വരുന്ന സംഭവങ്ങളിൽ പലതിലും ഒരു കാറ്റഗറി മണിപ്പൂർ ഇഷ്യൂസ് ആയിക്കോട്ടെ, ഈവൻ കാര്യത്തില് ഭോപ്പാലില് ഭോപ്പാലിലല്ല മധ്യപ്രദേശില് ഒരു ഫാദറിനെ അവർ ആക്രമിച്ചു. ഒരു ഫാദറിനല്ല, അതെ, മലയാളിയായിട്ടുള്ള ഫാദർ. അത് അവർ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് അതുപോലെ മാധ്യമപ്രവർത്തകരാണ്. അവരും മനുഷ്യന്മാരല്ലേ, അവരൊക്കെ കൂടിയിട്ടാണല്ലോ ഇവരെ ഈ ഒരു പോസ്റ്റിൽ എത്തിക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പിന്നെ പറഞ്ഞാൽ എനിക്ക് മറ്റൊരു ട്രൈക്കുള്ള നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി ക്രിസ്ത്യൻ സഭയിൽ നിന്ന് പുതിയൊരു പാർട്ടി തുടങ്ങണം എന്ന് പറഞ്ഞു വരുമ്പോ BJP-ന്റെ മറ്റൊരു തന്ത്രമുണ്ട്, വേറൊരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ട്. എന്താന്ന് വെച്ചാൽ എല്ലാ വോട്ടിനും സ്പ്ലിറ്റ് ചെയ്താലും മതി. അതെ, ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിന്റെ ഒരു ഘടന എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ അധികം വരുന്ന UDF സൈഡിലോട്ട് തന്നെയാണ്. അങ്ങനെ വരുന്ന വോട്ടുകളിൽ അതിന്റെ സ്പ്ലിറ്റ് നടന്നാൽ തന്നെ UDF ബാക്കിലോട്ട് പോകും. പല സ്ഥലത്തും 730 വോട്ട് 3 വോട്ട്. കേജ്രിവാളിന്റെ മണ്ഡലത്തില് അങ്ങനെ സംഭവിച്ചത് 60,000 എത്രയോ വോട്ടുകള് സ്പ്ലിറ്റ് ആയി പോയി. ഇയാളുടെ പാർട്ടി വന്നു, നമ്മുടെ ഉവൈസിന്റെ പാർട്ടി അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തി, അയാൾക്ക് അത്യാവശ്യം നല്ല വോട്ട് കിട്ടിയാണ്. അതേ തന്ത്രം തന്നെ ആയിരിക്കും വരാന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് UDF LDF-ഉം സാധാരണ പോലെ ഈ വരാൻ പോകുന്ന ഇലക്ഷനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അത് ഭയങ്കരമായിട്ട് അത് വലിയ രീതിയിൽ ഒരു ഭരണം ഏറ്റെടുക്കുന്ന രൂപത്തിലായിരിക്കൂല. ഘട്ടം അവരുടെ വോട്ടിൽ നിന്ന് വലിയ രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ സദേൺ ഡിസ്ട്രിക്ട്സ് ആ ഒരു ഭാഗത്ത് ഈ BJP-ക്ക് ഭയങ്കര ഗ്രൗണ്ട് ലെവൽ നല്ലൊരു പവർ ഉള്ള അല്ലെങ്കിൽ RSS-ന് നല്ല ശക്തിയുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ സംഭവിക്കാൻ അല്ല. ഈ ഒരു ഡിവൈഡിന്റെ സംഭവത്തിൽ ഇപ്പൊ നമ്മൾ നേരത്തെ എംപുരാൻമെന്ന് ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഈ നമ്മൾ ഗുജറാത്തൊക്കെ എടുക്കുമ്പോഴും നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആവാനുള്ള യോഗ്യത എന്താന്നുള്ള ചോദ്യത്തിന് ഈ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഡിവൈഡ് ചെയ്തൊരു കലാപം ഉണ്ടാക്കി എന്നുള്ളതാണ് മൂപ്പരുടെ എന്താ പറയാ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആവാനുള്ള യോഗ്യത. അത്തരത്തിലാണ് മൂപ്പര് അവിടുന്ന് വന്നതും. അതിന്റെ ഇടയിൽ അതിനെതിരെ ശബ്ദിച്ച ഒരു മലയാളി ഉൾപ്പെടെയുള്ള ഒരു IPS ഓഫീസർ ഉണ്ട്, പേര് ഞാൻ വിട്ടുപോയി. ഒരു മലയാളി IPS ഓഫീസർ ഉണ്ട്. അങ്ങേര് സഫാരി ചാനലിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ വെക്കാം. അതേപോലെ സഞ്ജീവ് ഭട്ട് അവരൊക്കെ ഇപ്പോ 20 വർഷത്തേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്നത് പുറത്ത് പറയരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു. ലൈക്ക് അവര് വന്നിട്ടുള്ളത് ഒബ്വിയസ്ലി എന്തിനാണ്, ജനങ്ങളെ സേവിക്കാനാണ്. അവര് അത് കവറപ്പ് ചെയ്തിട്ടുണ്ട്. അവരത് കവറപ്പ് ചെയ്യേണ്ട രീതിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സഞ്ജീവ് ഭട്ട് പറയുന്നതും ഒരു എന്താ പറയാ നമ്മുടെ സിവിൽ സർവന്റ് ആയിരുന്നു. അതെ, ഇവര് രണ്ടുപേരും IPS IAS ഓഫീസേഴ്സ് ആയിരുന്നു, ലൈക് സിവിൽ സർവൻസ് ആയിരുന്നു. അതായത് ഇവരെന്താണ് എന്നുണ്ടായിരുന്ന അതിലൊരാളുണ്ടായിരുന്നത് ഇന്റലിജൻസ് ബ്യൂറോയിലാണ്. അതായത് ഈ മലയാളി എന്ന് പറഞ്ഞ ഓഫീസർ ഉള്ളത് ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. അവർക്ക് ഡിപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നത് ഗുജറാത്ത് ഏരിയയിലാണ്.
ആക്ച്വലി കലാപം നടന്ന് 2 ദിവസം 3 ദിവസം അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട കുറെ ആക്ഷൻസ് ഉണ്ട്. അതൊക്കെ വൈകിപ്പിച്ചു. അതിൻ്റെ ഇടയിൽ പല ഫോർമാലിറ്റീസും ഓപ്പറേഷൻസും ഫെയിലായി. അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തു വിട്ടിട്ടുണ്ട്. ഇവരെന്നെ പറയുന്നുണ്ട് ഇവരൊരു ഫേക്ക്, അതായത് ഫേക്ക് അല്ല, അവർ പുറത്ത് വിടാതെ അനോണിമസ് ലെറ്റർ പ്രസിഡന്റിന് അയച്ചു, പലർക്കും അയച്ചു. ഇവരെന്ത് ചെയ്തില്ല, അതിനെ പറ്റിയിട്ട് പല കാര്യങ്ങളും ആരും ഗൗനിച്ചില്ല. പല രീതിയിൽ ഇവിടെ ഓപ്പറേഷണൽ ലെവലിൽ പല ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട്. അവിടെ പ്രസിഡന്റായിട്ടുണ്ടായിരുന്നത് APJ അബ്ദുൽ കലാമാണ്. പിന്നെ അന്ന് ഭരിക്കുന്നുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ PM ആണ്. പക്ഷെ എന്ത് വന്നിട്ടില്ല, ഇവരിതൊന്നും ഗൗനിച്ചിട്ടില്ല. ആക്ച്വലി അവരവിടെ ഒരു ഡോറ് തുറന്നു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ കവറപ്പ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ട്, BJP നല്ല രീതിക്ക് ശ്രമിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാൻ കയറി അടിച്ചത്. അതുകൊണ്ടാണ് എന്ത്, അതായത് ഇവര് ആക്ച്വലി മറക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ അത് കേരളത്തില് മാത്രമാക്കിയിട്ട് ഇറക്കാതെ സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് അത് പൃഥ്വിരാജ് എന്താക്കി കഴിഞ്ഞാല് അവരുടെ ഒരു പ്രൊഡക്ഷൻ വാംബോൽ എന്തിനാ അതിന് പറയാ, നമ്മുടെ ഹുംബാലനെ കൊണ്ടൊക്കെ സിനിമ മാർക്കറ്റ് നല്ല രീതിക്ക് മാർക്കറ്റ്. പിന്നെ ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഒക്കെ ആയിട്ട് മുംബൈയിലുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഇത് സാധനം പൃഥ്വിരാജ് ആഗ്രഹിച്ചത് കേരളത്തിൽ മാത്രം ചർച്ച ചെയ്യേണ്ട സാധനമല്ല, ഇത് ഇന്ത്യയിൽ ചർച്ച ടോപ്പിക്കാണ് എന്ന് എനിക്ക് തോന്നുന്നു. അയാൾ കൃത്യമായിട്ട് അയാളത് പിന്നെ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ചിലപ്പോ എന്റെ വീട്ടിലെ ഗീഡിയൊക്കെ വരെ ഇരിക്കാം, അല്ലെങ്കിൽ അതൊന്നും ഭയപ്പെടേണ്ട സാധനം. എനിക്ക് എന്റെ ഈ 40ാമത്തെ വയസ്സില് എനിക്ക് എന്റെ 40ാമത്തെ വയസ്സിൽ ഈ സംഭവം ചെയ്യണമെന്ന് അയാൾ അങ്ങനത്തെ ആളാണല്ലോ. തീർച്ചയായിട്ടും അയാൾ 20ാമത്തെ വയസ്സിൽ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അയാൾക്ക് അങ്ങനെ ടാർഗറ്റ് എനിക്ക് തോന്നുന്നത് അല്ല, 20ാം വയസ്സിൽ മൂപ്പർ പറഞ്ഞ മൂപ്പർ പറഞ്ഞ ഒരു അംബീഷ്യസ് ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ സമയത്ത് റിസ്ക് എടുക്കുക എന്നുള്ളത് കൂടെ അയാളുടെ എനിക്ക് തോന്നുന്നു അയാൾ എന്ത് കാര്യം ചെയ്യാണെങ്കിലും എന്തെങ്കിലും എന്താണ് ഇംഗ്ലീഷിൽ വിഷനോടെ തന്നെ അയാൾ ചെയ്തതാണ് എന്നുള്ള എനിക്ക് തോന്നുന്നത്. കാരണം അയാൾ പിന്നെ ആ പൊളിറ്റിക്സ് ഇവിടെ ചർച്ചയാവണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എങ്ങനെ ടു ബി ഓണസ്റ്റ് അതിൽ ആരെയും ഹേർട്ട് ചെയ്യാനുള്ള ഒന്നും വെച്ചിട്ടില്ല. ഹേർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള കൊട്ട അവിടെ ഉണ്ട്. അല്ല, അവിടെ എല്ലാവർക്കും കൊള്ളണ്ടോടത്ത് ചില ആളുകൾ പറഞ്ഞൊരു പ്രശ്നം ഉണ്ട് അതിനകത്ത്. എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ അതിനകത്ത് ഒരു ഹിന്ദു ആയിട്ടുള്ള ആളെ നെഗറ്റീവായി കാണിച്ചിട്ട് അയാളെ കൊല്ലാണ് ചെയ്യുന്നത്. ആര് ഇതിനകത്ത് സയ്യിദ് മസൂദ് എന്ന് പറയുന്ന മോഹൻലാലിന് ചാൻസ് ഉണ്ടായിരുന്നു. മോഹൻലാൽ എന്താ മസൂദ് അങ്ങനെയല്ലേ അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെ പിന്നെ സർക്കാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കാരോ അല്ലെങ്കിൽ പോലീസോ ഒന്നും ആവശ്യമില്ല. ഈ രൂപത്തിൽ എന്താണ് റിവെഞ്ച് ചെയ്യിപ്പിക്കുക. ഒരു ഹിന്ദു ലീഡേഴ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്ക് പ്രചോദനം ഉണ്ടാക്കാൻ ഈ സയ്യിദ് മസൂദ് എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പ്രതീകമാണ്. പിന്നെ ഈ ബജ്രംഗി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു പ്രതീകമാണ്. അപ്പം ഇവിടെ പിന്നെ ആ ടൈമിൽ കലാപം നടന്നിട്ടുണ്ട്. അത് അവർ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ, കലാപം നടന്നിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഹിന്ദു മുസ്ലിം രണ്ടുപേരും എന്താക്കിയിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ കൂടുതലായിട്ട് കൊന്നിട്ടുണ്ടെന്നൊക്കെ BJP ലീഡേഴ്സ് അംഗീകരിക്കുന്നുണ്ട്. വലിയ ലീഡേഴ്സ് അല്ല, അവിടെ ഉള്ള പിന്നെ ഗുജറാത്തിലെ ലീഡേഴ്സ് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് നറേഷൻ വരുന്നത് സയ്യിദ് മസൂദിനെ പോലെ ഒരാൾ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നു, അവരെന്താക്കുന്നു ഇതിന് പിന്നിലുള്ള ആളുകളെ വധിക്കും. അത് ചിലപ്പോൾ നരേന്ദ്രമോദി ആവാം, അത് ചിലപ്പോൾ അമിത്ഷാ ആവാം. അത്തരത്തിലുള്ള നറേഷനിലേക്ക് പിന്നെ പോയി എന്ന് സിനിമ കടന്നു എന്ന് അവർക്ക് ചിന്ത, അല്ലെങ്കിൽ അത്തരത്തിൽ നറേഷനിലേക്ക് പോയി എന്ന് പിന്നെ അവരുടെ ഇടയിൽ ഡിസ്കഷൻ നടക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. മേ ബി ലൈക്ക് അത്രയും കോൺട്രവേഴ്ഷ്യൽ ആവാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസൺസ് പറയട്ടെ. ഈ ഒരു മൂവി ഇത്രയും ഹിറ്റ് ആവാൻ കാരണം ഈ കോൺട്രവേഴ്സിയാണ്. ഈ കോൺട്രവേഴ്സി കൊണ്ടുവന്നതാരാ? ഭരിക്കുന്ന പാർട്ടി. അതേപോലെ ഈ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത് അവർക്ക് അത് കണ്ടപ്പോ മനസ്സിലായിട്ടില്ല. അതാ വിറ്റ് സിനിമ ഇറങ്ങിയ സമയത്ത് സംഭവം ആർക്കും മനസ്സിലായിട്ടില്ല. പിന്നെ ബിനീഷ് കോടിയേരി പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ആളുകൾക്ക് എന്ത് മനസ്സിലായത്, ഈ സംഭവം ഇതാണ് അത് ഇതൊരു വിഷയമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യമാണ്. കാരണം സിനിമ ഇറങ്ങിയിട്ട് ആദ്യ ഷോ ഇറങ്ങിയപ്പോഴൊന്നും ആളുകൾ മറന്നിക്കണേ. ഇതിന്റെ ഒരു ഉച്ചയ്ക്ക് ശേഷം ബിനീഷ് കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അപ്പോഴാണ് പിന്നെ അതിനുശേഷം
പിന്നെ ഈ സിനിമക്ക് ഒരുപാട് ടിക്കറ്റ് എടുത്ത ഈ പിന്നെ ഇതിന്റെ ആളുകൾ ഉണ്ടായിരുന്നു, ഇവരുടെ യുവജന എന്ത് മോർച്ചയാണ്, യുവമോർച്ചയുടെ ലീഡേഴ്സ്, ഇവരൊക്കെയാണ് ആദ്യമായിട്ട് പോസ്റ്റ് ഇടുന്നത്. ഇവർക്കൊക്കെയാണ് ഈ സംഭവം ചർച്ചക്കൊക്കെ വരുന്നത്. യുവമോർച്ചയാണ്. അതുപോലെ തന്നെ മറ്റാളുണ്ടല്ലോ മേജർ രവി. അത് പറയാതിരിക്കുന്നത് അല്ല ആള് ആ സിനിമ ഇറങ്ങി അന്ന് ഭയങ്കര അഭിനന്ദനവും കാര്യങ്ങളും. പിറ്റത്തെ ദിവസം ഞാൻ നെഗറ്റീവ് അറിയാത്തതാണെന്നൊക്കെ പറഞ്ഞ് ഇതാവുന്നല്ലേ. ബാക്ക് ടു ദ സ്റ്റോപ്പ് ചങ്കാണ് പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഇവരെന്നാണ് ഈ കോൺട്രവേഴ്സി കുത്തിപ്പൊക്കിയത്. അത് കാരണമാണ് മൂവി ഹിറ്റ് ആയത്. മീൻസ് ഓൾറെഡി ഹിറ്റാണ്, അതിന് മേലോട്ട് പോവാൻ കാരണം ഇവരിത് കുത്തിപ്പൊക്കിയത് കൊണ്ടാണ്. ആൾക്കാർ ഇതിനോട്ട് ക്യൂരിയസ് ആയത് ആൾക്കാര് നോമ്പൊക്കെ പിടിച്ചിട്ട് ആൾക്കാര് സിനിമ കാണൂല എന്ന് പറയുന്ന ആൾക്കാര് വരെ പോയി ആൾക്കാര് ഇത് മുറിക്കുന്നതിന് മുന്നേ ഫോൺ കാണണം എന്ന് പറയുന്ന ആൾക്കാർ നോമ്പിന് പോയിട്ട്. അതായത് നമ്മളന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് അറക്കുന്നതിന് മുന്നേ അങ്ങനെ എന്തോ ഒരു ക്യാപ്ഷനോടൊക്കെ കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടല്ലോ, മുസ്ലിംസിന്റെ ഇടയിൽ നിന്നൊരു സയ്യിദ് മസൂദ് കയറി വരുന്നു, അതൊരു ഹൈന്ദവ ലീഡറിനെ കില്ല് ചെയ്യുന്നു, ഹിന്ദുത്വ ലീഡറിനെ കില്ല് ചെയ്യുന്നു എന്നൊരു കാര്യം ഇവര് മുമ്പോട്ട് വരുന്ന ഒരു ആശയമാണെങ്കിൽ അവിടെ അവരടുത്തുനിന്ന് വന്ന ആശയമായിരിക്കും ഇനി മുസ്ലിങ്ങൾക്ക് എത്താൻ, അല്ലാതെ പടത്തുനിന്ന് എത്തൂല. അവരങ്ങനെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അങ്ങനെ നമ്മളെ വധിക്കാനൊക്കെയാണ് ഇവര് പിന്നെ ഇവരുടെ പേടി കൊണ്ടുവരാൻ വേണ്ടി തന്നെ സാധ്യതയുണ്ട്. പേടി കൊണ്ടുവരിക ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അവിടെ ഒരു പ്രശ്നം. അതെ, ഇതിന്റെ ഒരു ബേസിക് ഒരു സാധനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാത്തിലും ഒരു റിലീജിയസ് സംഭവം തരുന്നു എന്നുള്ളതാണ്. അവന് നമ്മളാള് ഒരു ടീം ഒരു എന്താ പറയുക ട്രൈബൽ ഇൻസ്റ്റിക്റ്റ്, അവൻ നമ്മുടെ ആള്, നമ്മൾ വേറെ ആള്. ആ ഒരു ട്രൈബൽ ഇൻസ്റ്റിക്റ്റ് ഭയങ്കരമായിട്ട് BJP കുത്തിപ്പൊക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് ഭീകരവാദം എന്ന് പറയുമ്പോൾ ഒരു സെയ്ദ് മസൂദിനെ അല്ലെങ്കിൽ ഒരു മുസ്ലിം പേര് മാത്രമേ, ഒരു ഉസാമ ബിൻ ലാദനെ അത്ര മുസ്ലിം പേരെ വരത്തുള്ളൂ. നോർത്തിലൊരു മക്സദ് എന്ന് വിളിക്കും. സയ്യിദ് എന്ന് പറയുന്നത് പിന്നെ ഒരു തീവ്രവാദിന്റെ പേരാണ്. മസൂദ് എന്ന് പറഞ്ഞാൽ മറ്റൊരു തീവ്രവാദി. ഈ രണ്ടാൾക്കാരുടെ പേര് പൃഥ്വിരാജ് ഒരുമിച്ച് കൂട്ടിയിട്ട് പൃഥ്വിരാജ് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത്. അതേപോലെയാണ് ABC ചാനൽ എന്ന് പറഞ്ഞൊരു ABC എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ഫേസ്ബുക്കിൽ. അത് ചാനലില് പിന്നെ ഏജ് ആയിട്ടുള്ള രണ്ടാൾക്കാരുണ്ടായിരുന്നു. അവര് എന്താണെന്നുള്ളത് എനിക്കറിയില്ല, അവര് വലിയ ജേർണലിസ്റ്റ് ആണോ. അവര് പറഞ്ഞൊരു സാധനമുണ്ട്. അവര് പറയുന്നത് പിന്നെ ഈ രാജസ്ഥാൻ മരുഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ രാജസ്ഥാൻ മരുഭൂമി ഉണ്ടായിട്ട് പൃഥ്വിരാജ് പിന്നെ രാജസ്ഥാൻ മരുഭൂമി ഇവിടെ ഇന്ത്യയിൽ പോരാ എന്നുള്ളത് കൊണ്ടാണല്ലോ പിന്നെ ജോർദാനില് പോയിട്ടാണല്ലോ സിനിമ ഷൂട്ട് ചെയ്തത്. ആടുജീവിതം സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഇവിടുത്തെ പിന്നെ പോരാ എന്ന് പറഞ്ഞിട്ടാണ്. അവര് പറയുന്നത് ഇവിടെ രാജസ്ഥാനിൽ ഇത്രയും നല്ലൊരു മരുഭൂമി ഉണ്ടായിട്ട് അവര് ജോർദാനിലേക്ക് പോകണമെങ്കിൽ പൃഥ്വിരാജിന് ആരോ ഒരാളെ കോള് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവര് പറയുന്നത്. അത് പോയിട്ട് ഏതോ ഒരു ISS ലീഡറിനെ കണ്ടിട്ടുണ്ട് ജോർദാനിൽ. ISS ലീഡർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അത് വേറെ കാര്യം. അവർ ചർച്ച ചെയ്യുന്ന ഒരു സാധനം ABC ചാനലുണ്ട്. അവരിപ്പോ പുറത്തു വിടുന്നു, അതായത് ആരിനെയൊക്കെയാണ് അവിടെ പോയിട്ട് കണ്ടേ കൊറോണ സമയത്ത് അത് അന്വേഷിക്കണം, മോർച്ചന്റെ ലീഡറാണ് അത് പറയുന്നത്. അത് അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ആഷിഫ് നേരത്തെ കോട്ട് ചെയ്തിരുന്നു, ആഷിഫിന്റെ ഫ്രണ്ടിന്റെ ഒരു പിന്നെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഇത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കുട്ടികൾ വേണ്ട, കുട്ടികളെക്കാട്ടി ഒരു 18 വയസ്സിന്റെ മുകളിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് പൊളിറ്റിക്സിനൊക്കെ പറ്റി ചിന്തിക്കുന്ന ക്യാമ്പസിലേക്ക് എത്തുമ്പോഴേക്കും പ്രത്യേകിച്ചിട്ട് കുട്ടികളൊക്കെ കുറച്ചും കൂടി ഒരു പിന്നെ അവിടെയാണ് SFI MSF KSU ഒക്കെ പോലുള്ള ആ രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ചില ക്യാമ്പസിലേക്ക് ഒരു കുട്ടികൾ ഏത് രൂപത്തിലായിരിക്കും ഈ സിനിമയെ കണ്ടത് എന്നുള്ളത് നേരത്തെ പ്രത്യേകിച്ചിട്ടും ഇപ്പൊ ഇന്നത്തെ കാലത്ത് പറയുന്നത് കുട്ടികൾ ഭയങ്കര പൊളിറ്റിക്സിനെ പറ്റി രീതിയിൽ അതെന്ത് ശരിയുമുണ്ട് തെറ്റുമുണ്ട്. അതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ പൊളിറ്റിക്കൽ എന്ന് പറയുന്നതേ ഒരു പൊളിറ്റിക്സാണ്. കേരളം കണ്ടപ്പം 2-3 വർഷം 2020 4 വർഷം മുമ്പാണ് കേരളം കണ്ട ഏറ്റവും വലിയൊരു സമരം, CA സമരമൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കുട്ടികളൊക്കെ തന്നെയാണ്. ഈ കുട്ടികളൊക്കെ തന്നെയാണ് സമരം. കുട്ടികൾ ബോധർ ആണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. പക്ഷെ പിന്നെ കുട്ടികൾ ഏത് രൂപത്തിലായിരിക്കും ഈ സിനിമയെ കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സിനിമകളിലെ പൊളിറ്റിക്സ് എങ്ങനെയാണ് കുട്ടികളെ എഫക്ട് ചെയ്യുക എന്നുള്ളത് എങ്ങനെയായിരിക്കും? ആ ഒരു കാര്യത്തില് ഈ ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത പിള്ളേരാണ് പോയി 18 വയസ്സ് 20 വയസ്സ് എന്നുള്ള ആൾക്കാർ. കാരണം 2002 നടന്നൊരു പരിപാടി ഇന്നിപ്പോ 20 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 ശേഷം, അതായത് 2022 എന്തുണ്ടാവുക, അവർക്കൊരു 20 വയസ്സ് തികയുക. അപ്പൊ ഇപ്പൊ 20 വയസ്സുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ജനിച്ചിട്ട് പോലുമില്ല. അതെ, ഞാൻ കറക്റ്റ് ജനിച്ച് 2002. ഓക്കെ, അപ്പൊ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന്റെ
വ്യാപ്തി എന്താണെന്നോ അതിൻ്റെ ഈവൻ എനിക്ക് 28 വയസ്സ് ആവുന്നുണ്ട്, എനിക്ക് പോലും എന്തില്ല അറിയുന്നില്ല ഇതെന്താണ് പരിപാടി അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം എന്നുള്ളതൊന്നും. നമ്മളൊക്കെ പിന്നീട് വരുന്ന ന്യൂസുകൾക്കും അതിനെ അനുസരിച്ചിട്ടുള്ള അതിൻ്റെ ഫോളോ അപ്പുകളും വെച്ചിട്ടാണ് നമ്മളൊക്കെ അറിയുന്നത് ഇവിടെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഒരു പള്ളി പൊളിച്ചിട്ടുണ്ട്, അതിൻ്റെ ശേഷം ഇവിടെ ഒരു കലാപം നടന്നിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഇന്ന ശക്തികളുണ്ട്, ഇതിൻ്റെ പിന്നിൽ വേറെ എന്തുണ്ട്, നേതാക്കന്മാരുണ്ട്, അവരിപ്പോൾ നമ്മളുടെ നാട്ടിൽ ഏത് ഉന്നത പോസ്റ്റുകളിലാണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇവഞ്ച്വലി ഫോളോ അപ്പ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അവർ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം 2014 ഇന്ന് 20 വയസ്സുള്ള പിള്ളേർക്ക് 2014 ഇതേ പാർട്ടി എന്താണ് പവറിൽ വരുമ്പോൾ അവർക്ക് വെറും 10 വയസ്സേ ഉള്ളൂ. അവർ കാണുന്നത് ഒബ്വിയസ്ലി എന്താണ് PM ആയിട്ടുള്ള മോഡിനെയാണ്, അല്ലെങ്കിൽ ഭയങ്കര കോർ പൊസിഷനിൽ ഹൈ പവേഴ്സിലിരിക്കുന്ന അമിത്ഷാ പോലത്തെ ലീഡേഴ്സിനെയാണ്. അവർക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്നോ അവരിങ്ങനത്തെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്ത് അവിടെ ഒരു ചോരപ്പുഴ ഒഴുക്കി ആ ചോരപ്പുഴ ഒരു വളമാക്കിയിട്ട് അതിൽ നട്ടിട്ടുള്ള ഒരു വിത്തിലാണ് അവരിന്ന് കയറി നിൽക്കുന്നത് എന്നുള്ളത് ഒരിക്കലും ഇന്നത്തെ പിള്ളേർ അറിയുന്നില്ല, അത് അറിയാൻ ആഗ്രഹിക്കുന്നില്ല. അത് കവറപ്പ് ചെയ്യേണ്ട രീതിയിൽ ഒബ്വിയസ്ലി ഇത് ചെയ്തവരാരാണോ അവർ ഓർഗനൈസ് ചെയ്തത് നല്ല രീതിക്ക് കവറപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൽഫലമായിട്ടാണ് ഞാൻ പറഞ്ഞ മറ്റേ ഭട്ട് പോലത്തെ സഞ്ജീവ് ഭട്ട് പോലത്തെ ഞാൻ പറഞ്ഞ മലയാളിയായിട്ടുള്ള IPS ഉദ്യോഗസ്ഥൻ, ഐ എം സോ സോറി ആളുടെ പേര് ഞാൻ വിട്ടുപോയി, അവരെയൊക്കെ നല്ല രീതിക്ക് ഒതുക്കിയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് 2 വർഷങ്ങൾക്ക് മുന്നേ ഈ മലയാളി ഉദ്യോഗസ്ഥനെതിരെ കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫേക്ക് കേസുകൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, ഫേക്ക് പ്രൂഫുകൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് പല രീതിയിൽ മീഡിയാസിന്റെ മുന്നിൽ പറഞ്ഞു എന്നുള്ള ലെവലിൽ. അതായത് ഇങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്, പക്ഷേ ഇങ്ങനെ ഇതുവരെ തൊടാൻ ഇതാക്കിയിട്ടില്ല. അദ്ദേഹം വളരെ ഉറച്ചു നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 0 കറപ്ഷനാണ് ചെയ്തിട്ടുള്ളത്. ഈവൻ വണ്ടി പോലും വളരെ എന്താണ് ലിമിറ്റഡ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ സമയത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒഫീഷ്യൽ വെഹിക്കിൾ പേഴ്സണൽ യൂസിന് പോലും വളരെ ലിമിറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങേരേനെ വലിയ രീതിയിൽ ഇടിക്കാനോ അല്ലെങ്കിൽ പിടിക്കാനോ പറ്റിയിട്ടില്ല. പക്ഷേ സഞ്ജീവ് ഭട്ട് ഇന്ന് ജയിലിലാണ്. അപ്പോൾ ഇതേപോലത്തെ രീതിയിൽ ആരാണോ വോയിസ് പുറത്തു കൊണ്ടുവന്ന് അവരെന്നെ നല്ല രീതിക്ക് ഒതുക്കിയിട്ടുണ്ട്. ഈവൻ കോൺഗ്രസ് ആയിക്കോട്ടെ, ഒരു രീതിയിലും ഇവർ ഇതൊന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊന്നും പുറത്തു കൊണ്ടുവരാനോ ഇത് സൗണ്ട് പുറത്തു കൊണ്ടുവരാനോ ചെയ്തിട്ടില്ല. MP ഈ ഗുജറാത്ത് ഇസാൻ ജിഫ്രി മരിച്ചിട്ടുണ്ട്. അത് മാത്രല്ല, പിന്നെ ഇസാൻ ജിഫ്രിന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ആ കഥകളെ പറ്റി നിങ്ങൾക്കറിയാം. ഇസാൻ ജിഫ്രിന്റെ വീട്ടിലോട്ട് അന്ന് പോയ ആളുകളും ഇസാൻ ജിഫ്രി നരേന്ദ്രമോദി ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി ഫോൺ കട്ട് ചെയ്യാണ് ചെയ്തത്. അന്ന് നരേന്ദ്രമോദി അത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് MP ആണ്, അവർക്ക് ഒബിയസ്ലി ഡയറക്റ്റ് ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇത്രയും ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്തൊരു ക്രൈം അവരെന്ത് ചെയ്തിട്ടുണ്ട്, കവറപ്പ് ചെയ്തിട്ടുണ്ട്. അവിടേക്കാണ് ഇന്നത്തെ പിള്ളേർ ഒരു സിനിമ കണ്ടു ഇതിൻ്റെ പിന്നിൽ കോൺട്രവേഴ്സീസ് ഉണ്ടോണോ, ഒരു സിനിമയിൽ എന്തിനാണ് ഇത്രയും കോൺട്രവേഴ്സീസ് എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യം അവരെന്നെ ചിന്തിച്ചെടുക്കുന്നു, അവരെന്നെ അതിൻ്റെ പിന്നിൽ പോകുന്നു. ഇന്നിപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ല, ChatGPT എടുക്കുക, ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട് ഒബ്വിയസ്ലി. അപ്പോൾ ആ ഒരു രീതിയിൽ അവരുടെ കവറപ്പിനെയും ബാക്കി കാര്യങ്ങളതിനൊക്കെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ ഒരു ചെറിയൊരു കാര്യം ഒരു 100 പേരിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ എന്താ ചെയ്യുക, ലഘുലേഖ ഇറക്കും, മനുഷ്യച്ചങ്ങല ഇറക്കും, ഇതേ സിനിമയിൽ കാണിച്ച പോലെ വട്ടത്തിൽ നിന്നിട്ട് തിരുവാതിര കളിക്കും. ഇതൊക്കെ എത്തുന്നതിന് റീച്ച് വളരെ ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ ആ പാർട്ടീനോട് കൂറും അതേപോലെ തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ അത് എത്തുന്നുള്ളൂ, റീച്ച് എത്തുന്നുള്ളൂ. ലിമിറ്റഡ് ആണ്. ഈ സിനിമ എവിടെ വരെ എത്തി, കളക്ഷൻ ഒഴിവാക്ക്, എത്ര പേര് ഈ സിനിമ കണ്ടു, സംസാരിച്ചു, എവിടെ വരെ സംസാരിച്ചു, പാർലമെന്റ് വരെ ഈ ഒരു സിനിമയെ പറ്റി സംസാരിച്ചു. നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു. നമുക്കൊരു പൈലറ്റ് എപ്പിസോഡ് ചെയ്യുമ്പോൾ ഇതിലും വലിയൊരു ടോപ്പിക് കിട്ടാനില്ല എന്നുള്ളതിനെ കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ തന്നെ ഇതിനെ പറ്റി പറയുന്നത്. അപ്പൊ ഇത് ആസ് എ മൂവി RSSന്റെ ഓർഗനൈസർ എന്ന് പറയുന്ന മാസികയിൽ വരെ ഒരു വട്ടല്ല ഓൺലൈൻ ഇതിനകത്താണ് ഇതിനെ പറ്റി ഈ സിനിമനെ പറ്റിയിട്ട് വരുന്നത്, പൃഥ്വിരാജിനെ പറ്റി വരുന്നത് എന്ന് പറയുന്നത് തന്നെ ഈ സിനിമ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതിന്റെ എന്താണ് അടിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഇമോട്ടിൽ തിരികെ കൊളുത്താന്നൊക്കെ പറയലുണ്ട്. ഞാൻ ഉപയോഗിച്ച വാക്കല്ല കേട്ടോ. ഈ ജനം ടിവിന്റെ പിന്നെ ചെയർമാൻ ആയിരുന്ന ഇപ്പൊ ജനം ടിവിയിൽ വർക്ക് ചെയ്യുന്ന അനിൽ നമ്പ്യാർ എന്ന് പറഞ്ഞ ആളുണ്ട്. അയാളിട്ടൊരു പോസ്റ്റ് ആയിരുന്നു ഈ പിന്നെ മോഹൻലാലിന്റെ പൃഥ്വിരാജിന്റെ പിന്നെ ഗോകുലം ഗോപാലന്റെ ഒക്കെ മൂട്ടില്
തീ കത്തിയതുപോലെയാണ് പിന്നെ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം. അപ്പൊ ഞാൻ ചിന്തിച്ച സാധനം ശരിക്കും ഇത് സംഭവിച്ചത് എവിടെ ലീഡേഴ്സിന്റെ അതുകൊണ്ടാണല്ലോ. പിന്നെ മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമ പിന്നെ RSSനെ പോലെ പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഒരു പിന്നെ ഓർഗനൈസേഷന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ സിനിമക്കെതിരെ എഴുതണമെങ്കിൽ ആരുടെ മൂട്ടിലാണ് തീ? ഏറ്റവും കൂടുതൽ ശാഖകളുള്ളതും കേരളത്തിലാണ്. അപ്പൊ അത് എങ്ങനെയാണ്, അത് ഏത് രൂപത്തിലാണ് ബാധിച്ചത് എന്നുള്ളത് ബുദ്ധിയോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആരുടെ മൂട്ടിലാണ് തീ കൊളുത്തിയത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ലെഗിലേക്ക് ഇറക്കുന്നതോ തിരുവാതിര കളിക്കുന്നതോ ആ ഒരു ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ സോഷ്യലി എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് ജയിച്ചിട്ടുണ്ട്. അവർക്ക് ചെയ്യാനുള്ളതിൻ്റെ ഏറ്റവും മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നോണം അവരുടെ പിന്നാലെ ED, അതാ നമ്മൾ ആ സിനിമയിൽ തന്നെ കണ്ടതാണ്. NIA വരുന്നു, ഇവിടെ ED വന്നു, അപ്പുറത്തെന്ത് വന്നു, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വോയിസസിനെ എങ്ങനെയൊക്കെ ഹൈഡ് ചെയ്യാൻ പറ്റുമോ, നമ്മളുടെ വോയിസസിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ തോട്ട്സിനെ എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റുമോ, നല്ല രീതിക്ക് അവർ ചെയ്യുന്നുണ്ട്. പേടിപ്പിച്ച് നിർത്തുന്നുണ്ട്. നിയോ ഫാസിസം, അതായത് ഇടിക്കുന്നൊന്നുമില്ല, അടിക്കുന്നുമില്ല, പക്ഷെ എന്തുണ്ട് അടിക്കുന്നുള്ളൊരു അതായത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട്, ഒരു പെർട്ടിക്കുലർ സെന്ററിലോട്ട് നമ്മളതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ പേടി, ഭയം, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പ്രഷറൈസ് ചെയ്ത് നമ്മളെ ടോട്ടലി അവർ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോളിൽ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് അറിയുന്നില്ല. പിന്നെ ഇപ്പൊ മുസ്ലിം ലീഗ് ഒരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ടായിരുന്നു, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മലപ്പുറത്ത്. അതിന് സഫൂറ സർഗാർ ആ ഫെസ്റ്റിവലിൽ വന്നിട്ടുണ്ടായിരുന്നു. സഫൂറ സർഗാറിന് നമുക്കറിയാം CA സമരത്തില് പങ്കെടുത്തതില് പിന്നെ ബന്ധപ്പെട്ടിട്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്തായിരുന്നു അവര് ജയിലിൽ ആവുകയും അതിനകത്ത് UN അടക്കം ഇടപെട്ട് അവർക്ക് ജാമ്യം കിട്ടുകയാണ് ചെയ്തത്. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരടുത്ത് പിന്നെ അവർ ഈ പരിപാടിക്ക് വരുന്നു. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നമുക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് ഒന്ന് പോകാം, അവർക്ക് കേരളം കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു രൂപത്തിൽ. പക്ഷെ അവർക്ക് മലപ്പുറത്തേക്ക് മാത്രമുള്ള പെർമിഷനാണ് നിലവിലുള്ളത്. അവർക്ക് മലപ്പുറം ജില്ലേന്റെ പുറത്തേക്ക് എന്താക്കാൻ പറ്റൂല. അവർ മലപ്പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇതിന് മുന്നേ കേരളത്തിലേക്ക് എന്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, വരാനൊക്കെ പിന്നെ പല ഓർഗനൈസേഷൻസ് വിളിച്ചിരുന്നു. പക്ഷെ അവർ മലപ്പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തിന്റെ ഉള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വന്നതെന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ആ രൂപത്തിൽ സഫൂറ സർഗാറിനെ പോലെ പിന്നെ ഉമർ ഖാലിദിനെ പോലെ ഒരുപാട് സ്റ്റുഡൻസ് ലീഡേഴ്സ് CAA സമരം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ചിട്ടും നോർത്തിലുള്ള പിന്നെ സ്റ്റുഡൻസ് ലീഡേഴ്സ് എവിടെ ഉണ്ട്, ഇപ്പോഴും ജയിലിലുണ്ട്. നമ്മുടെ പിന്നെ ഉമർ ഖാലിദിനെ പോലെ അല്ലെങ്കിൽ ഷർജിൽ ഇമാം ഏകദേശം 4 വർഷമായിട്ട് അയാൾ ജയിലിലാണ്. ചക്കാജാം എന്ന് പറഞ്ഞിട്ട് വലിയൊരു സമരം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ CAA സമരവുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നീട് കോവിഡൊക്കെ വന്നതിന് ശേഷം കേരളത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ ആ സമയത്ത് കേരളത്തിലേക്ക് വരികയും പിന്നീട് പിന്നെ നോർത്തിലുണ്ടായിരുന്ന ലീഡേഴ്സ് JNU ജാമിയ അലിഗഡിലെ യൂണിവേഴ്സിറ്റിയിലെ ലീഡേഴ്സിനെയൊക്കെ പോലീസ് ആ സമയത്ത് അറസ്റ്റ് ചെയ്യും. അവരിപ്പോഴും കേസിൽ പെട്ട് ആകെ കുടുങ്ങി കിടക്കുകയാണ്. അവർക്ക് മറ്റൊരു രാജ്യത്തേക്കൊക്കെ പോകുന്നതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സഫൂറ PhD ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജാമിയയിൽ. ആ സമയത്ത് തന്നെ അവരുടെ PhD അഡ്മിഷന് ആ ടൈമിൽ ഒഴിവാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആ രൂപത്തിൽ കേന്ദ്ര സർക്കാരിന് എന്താ സാധിച്ചിട്ടുണ്ട്, ഇത്തരത്തിൽ പ്രതികരിക്കുന്ന CAA സമരം എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഏറ്റവും പ്രതികരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രതികരിച്ചിരുന്ന, ആദ്യം പ്രതികരിച്ചതും അവരാണ്. അത്തരത്തിൽ ആ ഒരു പിന്നെ അത്തരത്തിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജാമ്യത്തിൽ വിട്ടാൽ പോലും അവർക്ക് മറ്റൊരു രാജ്യത്തേക്കോ അവരുടെ രാജ്യത്തുള്ള മറ്റൊരു ജില്ലയിലേക്ക് പോലും വരാൻ പറ്റാത്ത രൂപത്തിൽ ലോക്കാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ഏറ്റവും പുതിയ കുട്ടികൾ എന്ന് വെച്ചാൽ പുതിയ ക്യാമ്പസിലേക്കുള്ള കുട്ടികൾ പ്രത്യേകിച്ച് നോർത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ചെറിയൊരു ഭയം പിന്നെ ഇത്ര സമരം ചെയ്യാൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവരെ രക്ഷിക്കാൻ ആരും ഇല്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും എന്നാൽ അതിനൊരു തുടർ പ്രവൃത്തി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായതുകൊണ്ട് തന്നെ ആവാം പുതിയ കുട്ടികൾക്ക് സമരത്തിൽ നിന്നൊക്കെ പിന്നെ ഒരു കേരളത്തെ അവസ്ഥ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ഉള്ള ഒരവസ്ഥ അവർക്ക് പിന്നീട് അവരൊറ്റക്കാവുന്ന ഒരവസ്ഥ നിലവിൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. പല പൊളിറ്റിക്കൽ പാർട്ടിയും കേസിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പിന്നെ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും മുസ്ലിം ലീഗൊക്കെ ആണെങ്കിലും മുസ്ലിം ലീഗ് വലിയ രീതിയിൽ ഇത്തരം ആളുകളൊക്കെ സഹായിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിൽ വർഷങ്ങൾ എടുക്കുന്നുണ്ട്. ഈ ഒരു പ്രവൃത്തി ഈ കേസ് വരുന്ന സമയത്ത് അതിന് വർഷങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ
അവരെന്താക്കാണ്, അവര് ഈ സമരത്തിലൊന്നും പങ്കെടുക്കാതെ അവര് പെട്ടെന്ന് ഈ രാജ്യം വിടാം, വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു സേഫ് സോണിലേക്ക് പോവാന്നാണ്. പിന്നെ എത്ര പിന്നെ സമര പിന്നെ ഇതിനകത്തൊക്കെ പിന്നെ ഇടപെടണമെന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളും വിചാരിക്കുന്നത് പുറത്തു പോവാന്നുള്ളത്. ഇവിടെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അത് നമ്മുടെ സേഫ്റ്റിക്ക് ഭയങ്കര സമയത്തൊക്കെ മുന്നിൽ നിന്ന് കേരളത്തിൽ നിന്ന് കോഴിക്കോട് നിന്നൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ വൈ ലീവ്, ഇത്രയും നല്ല രാജ്യമാണ്, ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്ന് വരെ ഇങ്ങോട്ട് സംസാരിച്ച കുറെ ആൾക്കാര് അവരുടെ ഇപ്പോഴത്തെ പൊസിഷൻ മൊത്തത്തില് 180 ഡിഗ്രി മാറിയിട്ടുണ്ട്. കാരണം അതാണ് അതായത് ഫൈറ്റ് ചെയ്യുന്നത്, നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഈസ് ആക്ച്വലി ഒരു റബ്ബറും പന്ത് എടുത്തിട്ട് ചെമ്മരമ്പ് എറിയുന്ന അതേ അവസ്ഥയാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ ഫാസ്റ്റിലും അതിനേക്കാൾ ബൗൺസിലും നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. നമ്മളൊരു കരിയറായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് വിചാരിക്കുക, നമുക്കൊരു ക്രിമിനൽ കേസ് അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു, നമ്മൾ ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു ഇതിൽ വരുമ്പോൾ അവർ നമുക്കെതിരെ ചാർത്തുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. രാജ്യദ്രോഹ കുറ്റമുള്ള ഒരാളെ, സ്വന്തം രാജ്യത്ത് രാജ്യദ്രോഹ കുറ്റമുള്ള ഒരാളെ ഒരിക്കലും ഒരു കൺട്രിയും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സ്റ്റുഡന്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, വിസ റിജക്ഷൻസ് വരും, റിജക്ഷൻ വരും. അപ്പോ ഇത് കരിയർ ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും രക്ഷപ്പെട്ട ഒരു 10-100 സാലറി വാങ്ങി ഉള്ള വെള്ളം കുടിച്ച് സമാധാനത്തിൽ എവിടെയെങ്കിലും കൊടുന്നോളാം, ഇതിനൊന്നും വെയ്യേ എന്നുള്ള ലെവലിൽ ഒബ്വിയസ്ലി ഇന്നത്തെ സ്റ്റുഡൻസിനെ ആ രീതിയിലേക്ക് അവർ തോട്ട്സിനെ, അതാണ് ഞാൻ പറഞ്ഞത്, പുറത്ത് വരുന്ന നോയ്സിനെ കവറപ്പ് ചെയ്യാനും പണ്ടത്തെ വോയിസുകൾ മഗപ്പ് ചെയ്യാനും അവർ നല്ല രീതിക്ക് സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്റ്റുഡൻസിനോട് നമ്മൾ ഒരുപാട് പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് പൊളിറ്റിക്സ് ഇല്ല. അവർക്ക് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒന്നെങ്കിൽ അവർക്ക് പേടിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഒന്നും സീരിയസ്നെസ് അറിയാത്തതുകൊണ്ട്. അവിടെയും ആര് ജയിച്ചിട്ടുണ്ട്? അവർക്ക് സീരിയസ്നെസ് അറിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പാസ്റ്റ് ഹിഡൻ ആണ്. അവർക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പാസ്റ്റ് ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആണ്. അതേപോലെ തന്നെ പ്രസന്റിൽ ഇതേപോലെ ആരൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ സ്ട്രഗ്ലിംഗ് ആണ്. കോർപ്പറേറ്റുകളാണ് ഇതിന് പിന്നിൽ എന്നുള്ള എനിക്ക് തോന്നുന്ന ഒരു കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു ഫോണിൽ ഫ്രീ നെറ്റ്വർക്ക് കൊടുത്ത് നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു ലോകത്ത് നിങ്ങൾ ജീവിച്ചാൽ ഇതിനെതിരെ പോസ്റ്റൊക്കെ ഷെയർ ചെയ്തോളി, ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്നു, ആരുമില്ലേ നമുക്ക് വേണ്ടി പിന്നെ പ്രതികരിക്കാൻ, അത് അങ്ങനെ പോസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്തോളി. അല്ലാതെ ഞങ്ങൾക്കെതിരെ സമരമൊന്നും നിങ്ങൾ ചെയ്യണ്ട, റോഡ് ബ്ലോക്ക് ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളൊന്നും വിളിക്കണം. നിങ്ങളിങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇപ്പം പിന്നെ ജനോസൈഡൊക്കെ നടക്കുന്ന, പാലസ്തീനിൽ ജനോസൈഡൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ പാലസ്തീനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സ്റ്റോറി ഒക്കെ ഇട്ടോളൂ. നിങ്ങൾ എടുക്ക് പിന്നെ ഇതിനകത്ത് സമരത്തിലേക്കൊന്നും ഇറങ്ങണ്ട എന്നുള്ളൊരു സാധനത്തിലേക്ക് ഇന്നത്തെ കുട്ടികളെ പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടുത്തെ പിന്നെ കോർപ്പറേറ്റുകൾ ആ രൂപത്തിൽ ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും. കാരണം അതല്ല, അത് കോർപ്പറേറ്റുകൾ ചിന്തിക്കുന്നില്ല, എനിക്കതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. എന്താ വെച്ചാൽ കോർപ്പറേറ്റുകൾ ഒബ്വിയസ്ലി ബിസിനസ് ആണ്. സോ നമ്മളെ എന്താണ് ഹുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയകളുടെ ബിസിനസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഹുക്ക് ചെയ്യുന്നത്, അതാണ് നമ്മുടെ അവിടെ ഹുക്കിങ്ങിൽ വെച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്താണ് ഇൻട്രസ്റ്റഡ് അതായിരിക്കും നമ്മുടെ ഫീഡിലും വരിക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫീഡ് ഒരൊറ്റ വട്ടം എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട, ഈവൻ നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആഡ്സ് പോലും നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യം അതിനെ ഹുക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞത് നമ്മളൊരു ഭരതനാട്യം മൂവിയിൽ കാണിച്ച പോലെ ഭരതനാട്യം കളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ടോ ഒരു പക്ഷേ ആ ഒരു ഏരിയയിൽ കവറപ്പ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വന്നതോടുകൂടെ ഒന്നും കൂടെ വാസ്റ്റായിട്ട് ആളുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഐ മീൻ ഈവൻ ഇപ്പം നേരത്തെ പറഞ്ഞാൽ അപ്പൊളിറ്റിക്കൽ ആണ്, എനിക്ക് പൊളിറ്റിക്സ് ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി വരെ, ഒരു കുട്ടി വരെ, ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പോൾ ഈ 2K കിഡ്സ് എന്ന് പറയുന്ന ഞങ്ങൾ വരെ ഇത് രണ്ടാൾക്കാർ സ്റ്റോറി കാണുമ്പോൾ നമ്മൾ നോക്കും എന്താണ് സംഭവം. ഇപ്പം എമ്പുരാൻ്റെ കേസ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഗാസിൻ്റെ വിഷയം ആയിക്കോട്ടെ, അത്തരത്തിൽ ഏത് വിഷയം വന്നാലും ഒന്നും കൂടെ ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്ന കാര്യം. അത് മാനിപ്പുലേറ്റഡ് ആണോ അല്ലേ, അതിൽ ഏത് നല്ലത് ഏത് ചീത്ത തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒന്ന് പഠിപ്പിക്കേണ്ട കാര്യമാണ്. റീച്ച് ഒന്ന്, ഇമ്പാക്ട് വേറെ ഒന്ന്. നിങ്ങൾ പറഞ്ഞ കാര്യത്തില് റീച്ച് നല്ല മാക്സിമം രീതിയിൽ എത്തുന്നുണ്ട്, പക്ഷെ അത് ഗ്രൗണ്ട് ഇമ്പാക്റ്റിലോട്ട് പണിയെടുക്കാൻ ആളെ കിട്ടുന്നില്ല. എക്സാക്ട്ലി കൺവേർട്ട് ആവുന്നില്ല. അല്ല അത് നേരത്തെ പറഞ്ഞത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, നിങ്ങളൊരു റീലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്, അതിലൊരു 1 മില്യൺ വ്യൂസ് ഉണ്ട്, പക്ഷെ കൺവേർട്ടഡ് ടു 5 സെയിൽസ് 10 സെയിൽസ്. അതിലൊരു വിഷയം സമരം പോലെയുള്ള ഒരു ഹ്യൂജ് സമരം ഇനി നമുക്ക് അറിയില്ല കേട്ടോ. ഇപ്പോഴുള്ള പിന്നെ ചെറുപ്പക്കാര് അത്തരത്തിലുള്ള ഒരു ഹ്യൂജ് സമരം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട് തന്നെയല്ലേ. അതാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അവരെ തട്ടുന്ന അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് നാളെ വോയിസ് ഇല്ലാന്ന് കഴിക്കും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ വിഷയം എന്താ വെച്ചാൽ
എൻ്റെ ഒരു എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റുകൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി വോയിസുകളെ സർപ്രസ് ചെയ്യാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്. അത് ഒരു ഡെമോക്രസിയുടെ എന്താ പറയുക അന്ത്യമാണ്. വോയിസുകൾ ഒപ്പോസിറ്റ് വോയിസ് എപ്പോഴും വരിക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ഡെമോക്രസി മുന്നോട്ട് പോകാനുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വോയിസുകളെ മാക്സിമം ചവിട്ടി താഴ്ത്തുക, വോയിസ് പുറത്തേക്ക് വരുന്നത് അത് പേടി കൊണ്ടാവാം. ഈ നേരത്തെ പറഞ്ഞ മാതിരി നോളജ് ഇല്ലാത്തവർ, ഞാൻ ടു ബി ഫ്രാങ്ക്ലി ഓപ്പൺ ആയിട്ട് പറയാണ്, അപ്പോൾ ഞാൻ UG ഡൽഹിയിലായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന എല്ലാവരും എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു ജങ്ക് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, ഒരു സ്റ്റുഡൻസ്, അവർ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഗോത്ര കലാപം, ഗുജറാത്ത് കലാപം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്പേഴ്സ് എടുക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് 1000 പീപ്പിൾസ് ആണ് മരിച്ചിട്ടുള്ളത്. 700 സംതിങ് മുസ്ലിംസും 200 സംതിങ്. ആക്ച്വലി നമ്മൾ ഈവൻ ഈ ഒരു ഔദ്യോഗിക നമ്പർ എടുത്താൽ പോലും നമ്മുടെ മറ്റേ ഗെയിമിങ്സിൽ ഞങ്ങൾ 700 പേരെ കൊന്നു, നിങ്ങൾ 200 പേരെല്ലാം കൊന്നിട്ടൊന്നുള്ള, ഐ മീൻ നമ്മൾ കോളേജിൽ ഗ്രാജുവേഷന് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. പൊളിറ്റിക്കലി ഒരു ഇതാക്കണ്ടേ, അതായത് അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ഹനിക്കാനുള്ള അവകാശം ഇല്ലാന്ന് മനസ്സിലാക്കി കൊന്നവന്റെ നമ്പറും പറഞ്ഞിട്ട് വാവ്, ആ ഒരു ഫീലിംഗ് വന്ന ലീഡർ പറഞ്ഞ പോലെ 3 ആളെ കൊന്നാൽ അത് കൊലയാണ്, 300 ആളെ കൊന്നാൽ അത് വെറും സ്റ്റാറ്റിസ്റ്റിക്സ്. റിപ്പോർട്ടർ ചാനലില് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഈ ഗുജറാത്ത് കലാപവുമായിട്ട് പറ്റിട്ട്. അതിനകത്ത് അരുൺ കുമാർ പിന്നെ ബാനു, നമ്മുടെ എന്ത് ബാനുവായിരുന്നു, ബിൽക്കിസ് ബാനു അനുഭവപ്പെട്ട അവര് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നതും അവര് ലൈംഗികമായിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട്. ബിൽക്കിസ് ബാനുവിനെ പോലെ തന്നെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ബിൽക്കിസ് ബാനുവിന്റെ ഫാമിലിന്റെ ഞാൻ പറഞ്ഞു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽക്കിസ് ബാനുവിനെ പീഡിപ്പിക്കുന്ന, ബിൽക്കിസ് ബാനുവിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ തീവ്രമായി പറയുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന സുജയ പാർവതിയാണ്. അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ ഇതിനെ എങ്ങനെ തിരിച്ചു പറയണം? ഒരു സ്ത്രീ അവിടെ അനുഭവിച്ച ഒരു കാര്യം ഒരാൾ പറയുന്ന സമയത്ത് അവരുടെ ഫേസ്, അവർ കരുതിക്കൂട്ടി ചെയ്താണോ അറിയില്ല, അവരുടെ ഫേസിൽ ചിരിയാണ് വരുന്നത്. അവർ ഇതിനെ എങ്ങനെ തിരിച്ചു പറയണം? അവർ ആ സമയത്ത് പറഞ്ഞ ചരിത്രം ഒരുപോലെ രണ്ട് ഭാഗവും പറയണം പറഞ്ഞിട്ട് അതിനെ കൗണ്ടർ ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ അത്തരത്തിലുള്ള മെന്റാലിറ്റി ബിൽഡ് ചെയ്യാൻ RSSന് സാധിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങള് ഒരു കാര്യം പറയുമ്പോൾ അപ്പുറത്തോനെ അങ്ങനെയല്ലേ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അണിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ പാകിസ്ഥാനിലെ സ്വാതന്ത്ര്യം ഇല്ലല്ലോ, അതാണ് പോലെ മെയിൻ. അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഹിന്ദുസിനെ നമ്മുടെ അതെ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ചർച്ചയിലാണെങ്കിൽ വരുന്നത് എന്താ വെച്ചാൽ, ഈ ബന്ധകലാപത്തിൽ ഈ കാര്യം എമ്പുരാനിൽ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തി പറഞ്ഞ് എന്തുകൊണ്ട് ആ കത്തിച്ച്, ഐ മീൻ ബോഗി കത്തിച്ച്, ട്രെയിനിന്റെ ബോഗി കത്തിച്ച് സാധനം വലുതായിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. അവർക്ക് പറ്റുന്ന, അവർക്ക് നിലവിലുള്ള ആക്സസ് ഉള്ള കുട്ടികളുടെ ഇടയിലേക്ക് ഇങ്ങനെ പണ്ടത്തേക്കാട് കൂടുതലായിട്ട് കൊണ്ടു നടക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് നമുക്ക് മാസമായിട്ട് ഇനിയൊരു സ്റ്റുഡൻറ് റെവല്യൂഷൻ നടക്കും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ് ആണ് ഒബ്വിയസ്ലി UG കഴിഞ്ഞു, PG കഴിഞ്ഞു. നിങ്ങൾ JRFന് പോവാണെന്ന് വിചാരിക്കും, എത്ര JRF ഇപ്പം ലാസ്റ്റ് ഒരു 2 വർഷത്തിന്റെ ഇടയിൽ കട്ട് ചെയ്തു അല്ലേ? എന്തുകൊണ്ട് സ്റ്റുഡൻസ് ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല? സ്റ്റുഡൻസ് അവരെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ പുറത്തു വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എവിഡന്റ്. അതായത് മിമിലിയയില് കട്ട് ചെയ്തിട്ടില്ലേ, പിന്നെ അതേപോലെ തന്നെ അലിഗഡില് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചർച്ച ചെയ്യുന്നത് 0. എത്ര % ആണ് പ്രത്യേകിച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകൾ ഒറ്റയ്ക്ക് 200 സംതിങ് crore rupees ആയിരുന്നു 2014 അല്ലെങ്കിൽ ഈ ഒരു ടൈമില് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്തത്. അത് ഒറ്റയടിക്ക് 0.something% കുറയ്ക്കാന് ഇന്നത്തെ സ്കോളർഷിപ്പുകൾ കുറയ്ക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവരെന്താ സ്കോളർഷിപ്പ് മറ്റു രാജ്യങ്ങളിലേക്ക് സേഫ് സോണിലേക്ക് മാറാനുള്ള ചാൻസസ്. പുതിയ തലമുറ ഇപ്പൊ നമ്മളടക്കം നമ്മൾ പറയാണ്, ഇത് 90 കിഡ്സിനടക്കം പുതിയ തലമുറ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രൂപത്തിലേക്ക് മീഡിയാസും എല്ലാവരും ഒരു ടീമാണ്. അവരെല്ലാവരും വലിയൊരു ടീം, എല്ലാ മീഡിയയും ഞാൻ പറയുന്നില്ല. അപ്പം ആ രൂപത്തിൽ തങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ തങ്ങൾ ഇതിനൊന്നും പ്രതികരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. മറിച്ച് തങ്ങളുടെ സേഫ് സോണിലേക്ക് തങ്ങളുടെ കൂട്ടുകാരൊക്കെയുള്ള, തങ്ങളുടെ ഫാമിലി മാത്രമുള്ള, തങ്ങളുടെ ഒരു
റൗണ്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ പോയാൽ മതി, മറ്റേതൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തോട്ടെ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കാന് ഇവിടുത്തെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ റൈറ്റ് വിങ് പിന്നെ പൊളിറ്റീഷ്യൻസിന് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾ ഇതിനകത്ത് ഒരിക്കലും ഞാൻ കുട്ടികളെ പിന്നെ നെഗറ്റീവായി കാണുന്നില്ല. കുട്ടികളെ നേർവഴി കാണിച്ചു കൊടുക്കേണ്ടത് മുതിർന്ന തലമുറയിലുള്ള ആളുകളാണ്, മുതിർന്ന പൊളിറ്റീഷ്യൻസ് ആണ്. എന്നാൽ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പരസ്പരം അടി ഉണ്ടാക്കുന്നതിൽ അപ്പുറമായിട്ട് കേരളത്തില് ഗ്രൗണ്ട് ലെവലില് ഏത് രൂപത്തിലാണ് കുട്ടികളെ വളർത്തേണ്ടത്? നമ്മുടെ കുട്ടികള് പിന്നെ തങ്ങളുടെ സ്ഥാനങ്ങൾക്ക് അപ്പുറം, തങ്ങൾക്ക് ആര് മുഖ്യമന്ത്രി ആവണമെന്നൊരു കച്ചറയ്ക്ക് അപ്പുറമായിട്ട് തങ്ങളുടെ കുട്ടികളെ ഏത് രൂപത്തില് പൊളിറ്റിക്കലി വളർത്തണമെന്നുള്ളൊരു ചിന്ത അധിക പൊളിറ്റീഷ്യനും നിലവിൽ നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാരും ഞാൻ പറയുന്നില്ല, എന്നാലും അവരുടെ ഒന്നാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നാട് നന്നാക്കുക എന്നുള്ളതല്ല. ഒന്നാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് പണ്ടത്തെ പൊളിറ്റീഷ്യൻസ് കുറച്ചെങ്കിലും അവര് നാട് നന്നാക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് അവർക്ക് കൃത്യമായിട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ പൊളിറ്റീഷ്യൻസ് മോശമാണ്, പൊളിറ്റിക്സ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അവര് നിലനിർത്താം ആ രൂപത്തില് ഗ്രൗണ്ട് ലെവൽ കുട്ടികളെ അല്ലെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാരെ പൊളിറ്റിക്സ് നല്ലതാണ്, അതിനകത്ത് നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മളിൽ ഇടപെടുന്നുള്ള സാധനമുണ്ട്. അത്തരത്തിലുള്ള ഒരു ചിന്ത എത്തിക്കാന് വമ്പനായിട്ട് പൊളിറ്റീഷ്യനെ അത് സാധിക്കുള്ളൂ. പാരന്റ്സ് ഒരിക്കലും എന്താക്കൂല തങ്ങളുടെ കുട്ടിയെ പൊളിറ്റിക്സിലേക്ക് ഇടപെടാൻ ഒരിക്കലും അധികം പാരന്റ്സും ആഗ്രഹിക്കില്ല. അവർക്ക് അവരുടെ കുട്ടി നല്ലപോലെ ഒരു ജോലി നേടിയിട്ട് പിന്നെ അവരെ നോക്കുന്ന രൂപത്തിലേക്ക്. പൊളിറ്റീഷ്യൻസിനാണ് പൊളിറ്റിക്സിന്റെ പിന്നെ ആവശ്യകത കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ അവര് ഒരിക്കലും എന്താക്കുന്നില്ല, ഈ തലമുറനെ പറ്റിയിട്ട് യാതൊരു വിധത്തിൽ ചിന്തിക്കുന്നില്ല. തങ്ങളുടെ വളർച്ച മാത്രം ചിന്തിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻസ് കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വളർച്ചയ്ക്ക് വേണ്ടി കൂടുതൽ പുതിയ വോട്ടേഴ്സ് വരണം, ആ കാര്യം വിചാരിച്ചിട്ട് അങ്ങനെങ്കിലും വിചാരിച്ചിട്ട് അല്ല അങ്ങനെങ്കിലും വിചാരിച്ചിട്ട് അവരിതൊന്ന് ഈ ആള് ഞങ്ങൾ വോട്ട് ചെയ്യാൻ കുറച്ച് വോട്ടേഴ്സിനെ വേണം. പക്ഷെ അപ്പഴും പിള്ളേരും സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ന്യൂസ് ഒക്കെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു സംഭവമല്ലേ, JRF കുറെ കട്ടായി, അതിനെതിരെ എന്തുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റ് ഇല്ല? ഞാൻ കുറച്ച് പോയിന്റ്സ് ഉണ്ട് അതില്. ഒന്നാമത് ആ ഒരു കമ്മ്യൂണിറ്റി വളരെ ചെറുതാണ്, വളരെ ഡിസോർഗനൈസ്ഡ് ആണ്. And it's not a problem big enough to affect a whole of the communities, the youth. CA എന്നൊരു സംഭവം മുസ്ലിം യൂത്തിനെ ശരിക്കും എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് മൊത്തത്തില്. അതെ, അതായത് അവരുടെ എന്താ പറയാ ഐഡന്റിറ്റിനെ ചോദ്യം വരുത്തുന്ന ഒരു സംഭവമാണ്. That's an actual core issue. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു അടിവാരം വാരുന്ന വരെ മിണ്ടാതിരുന്നു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, റിയാക്ട് ചെയ്യുള്ളൂ. അതായത് നമ്മൾ അറിയില്ലല്ലോ. അതിനൊരു എക്സാമ്പിൾ എന്താണെന്ന് അറിയോ? നമ്മുടെ രാജ്യം തന്നെ നോക്കി, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ തന്നെ നമ്മള് ഇവിടേക്ക് വന്ന അധിനിവേശക്കാരോട് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? കച്ചവടമായിരുന്നു. അന്ന് നമുക്ക് അറിയില്ല അടിവാരം ഏത് സമയത്താ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അതെ, ഗാന്ധിജിന്റെ ട്രെയിനിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത് വരെ ഗാന്ധിജി എന്തില്ല, നോ ബോദർ അബൌട്ട് അത് ബോദറല്ല, മറിച്ച് പിന്നെ അംബേദ്കർ ആദ്യ കാലഘട്ടം മുതലേ പ്രോബ്ലമാറ്റിക് ആയിരുന്നു. പക്ഷെ പിന്നെ അംബേദ്കർ പ്രോബ്ലമാറ്റിക് ആവാനുള്ള ഒരു റീസണും ഉണ്ട്. ഏത് കാസ്റ്റിൽ നിന്നാണ്, ഒരു ബാക്ക്വേർഡ് പുറത്താക്കി പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം വരുമ്പോ ഓക്കെ ഞാൻ പിന്നെ ഇത്ര വലിയ പഠിച്ചിട്ടും കാര്യമില്ല, അറ്റ്ലാസ്റ്റ് ഞാനൊരു ഇന്ത്യനാണ്, അറ്റ്ലാസ്റ്റ് ഞാനൊരു കറുത്ത വർഗ്ഗക്കാരനാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് കാരനാണ്, വൈറ്റ് അല്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സാധനം തന്നെയാണ് ഇപ്പോഴും. അതായത് നമ്മുടെ പ്രിവിലേജിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ശബ്ദിക്കുള്ളൂ. അതിന് നമ്മളിപ്പോ വേറെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ തന്നെ എങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ മതി, അതൊന്നും JRFന്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചെറിയൊരു സമൂഹത്തെ ബാധിക്കുന്ന വലിയ രീതിയിൽ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ നമ്മുടെ വലിയ രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ചോദ്യം ചെയ്യും. വലിയ രീതിയിൽ ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ അതിനെ പിന്നെ എതിർക്കാ രൂപത്തിലല്ല. അതിന് കാരണം ഞാൻ പറഞ്ഞിട്ടെ, എന്തുകൊണ്ടാണ് പിന്നെ സ്വാതന്ത്ര്യ വേറെ കാര്യം നമ്മൾ വേറെ രാജ്യത്തേക്ക് പോകുന്നത്, കുറച്ചെങ്കിലും ഒരു 10% വിദ്യാർത്ഥികൾ
പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് നല്ല ഗുഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചിന്തിച്ചിട്ട് ഒരു 10% കുട്ടികളെങ്കിലും വേറെ രാജ്യത്തേക്ക് പോകുന്നുണ്ടാവല്ലോ. അവരെ സംബന്ധിച്ച് വലിയ രൂപത്തിലുള്ള പണമാണ് ഇവിടെ കൊടുക്കുന്നത്, സ്കോളർഷിപ്പായിട്ട് മറ്റു രാജ്യങ്ങൾ നൽകുന്നത്. ആ ആളുകളെ, ആ കുട്ടികളെ ഇവിടെ നിലനിർത്തണമെങ്കിൽ അതിലും നല്ല രൂപത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഇവിടെ നൽകിയാൽ സെന്റേഴ്സ് ഒക്കെ തുടങ്ങുന്ന പ്ലസ് ആയിട്ട് അവർക്ക് എന്താവണം, അവർക്ക് അവരുടെ ഫാമിലി, ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് എന്നെ ഒരു ബാധ്യതയായിട്ട് എൻ്റെ ഫാമിലിക്ക് തോന്നരുത്. മറിച്ച് ഇപ്പം ഒരാളിപ്പോൾ PhD പോകുന്ന സമയത്ത് അയാൾക്ക് നോർമലി ഒരു 23-25 വയസ്സായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ഫാമിലി നോക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആ ആള് എത്തിയിട്ടുണ്ടാവും. ഫാമിലി നോക്കണ്ട, അയാൾ സ്വന്തമായിട്ട് ഇനി വേറെ അടുത്ത് പൈസ ചോദിച്ചിട്ട് ജീവിക്കുന്ന ഒരു രൂപത്തിൽ കടക്കാണ് അയാൾ. അപ്പോൾ ആ രൂപത്തിലുള്ള ചെറുപ്പക്കാർക്ക് വലിയ രീതിയിൽ സ്കോളർഷിപ്പ് നൽകാത്തതാണ് ഈ ആളുകൾ എന്താക്കുന്നത് പിന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പിന്നെ പോകാനുള്ള കാരണം. പിന്നീട് അവർ അവിടെ തന്നെ വളരുകയാണ്, ആ രാജ്യം വളരുകയാണ്. അതുകൊണ്ടാണ് UK വളരുന്നത്, അതുകൊണ്ടാണ് ചൈന വളരുന്നത്, അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞ സ്കോളർഷിപ്പ് മാത്രമല്ല ഞാൻ പറയാ, വെസ്റ്റേൺ കൺട്രീസിലോട്ട് ഇവർ പോവാണെങ്കിൽ ഒന്ന് ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ഒരു എന്താ പറയാ സൊസൈറ്റി എന്ന് മൊത്തത്തിൽ പറയുമല്ലോ, ആ ഒരു സംഭവത്തൊന്നും മാറി നിൽക്കാൻ കൂടിയില്ല. അതും മൊത്തം സിസ്റ്റം. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കാര്യം തന്നെ എടുക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കുള്ള പരാതിയാണ് നമ്മുടെ ടാക്സ് ലൂട്ടിങ്ങിനെ കുറിച്ച്. അത്രയേറെ ടാക്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള ബെനിഫിറ്റ്സ് വരുന്നുണ്ടോ എന്നുള്ളൊരു ആ സാധനമാണ്. അത് പൊളിറ്റിക്കലി നമ്മൾ ഒരുപാട് ആളുകളെ ബാക്ക്വേർഡിൽ നിന്ന് കൊണ്ടുവരണം, അതിനുവേണ്ടി ഗവൺമെന്റ് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു ഡീപ്പ് നോളജാണ്. ആസ് എ പേഴ്സൺ ഇപ്പോൾ ഇൻഡിവിജ്വലി എനിക്ക് ഞാൻ കൊടുക്കുന്ന ഒരു പൈസക്ക് റിട്ടേൺ കിട്ടണമെന്ന് ഞാൻ ആലോചിക്കുള്ളൂ. എനിക്ക് കിട്ടിയിട്ട് അടുത്തവർക്ക് കിട്ടുന്നതിൽ ഞാൻ സന്തോഷിക്കുകയുള്ളൂ. അത് എല്ലാ ഒരു മനുഷ്യൻ്റെയും ഒരു സ്വാഭാവിക ഇതാണ്. ഒരു 90% ഒരു 80% പീപ്പിൾസ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സാധനം ബേസിക്കലി കിട്ടാതിരിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡും കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ മറ്റൊരു കൺട്രിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം വരും. അതേപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എത്ര രൂപ മാസം ഏൺ ചെയ്യാൻ പറ്റും? അതെ, പാർട്ട് ടൈം ആയിട്ട്, അത് പാർട്ട് ടൈം ആയിക്കോട്ടെ ഫുൾ ടൈം ആയിക്കോട്ടെ, പിന്നെ പാർട്ട് ടൈം പോയാൽ 10,000-15,000 അല്ലേ? എനിക്ക് പേഴ്സണലി അറിയുന്നതുകൊണ്ട് ഞാൻ പറയാണ്, എൻ്റെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ ആക്ച്വലി ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ ഒരു മാസം ഏൺ ചെയ്യുന്നതിന്റെ 4 ഇരട്ടി 5 ഇരട്ടിയും അവരവിടെ പാർട്ട് ടൈമിൽ ഏൺ ചെയ്യുന്നുണ്ട്. പർച്ചേസിംഗ് പവർ പാരിറ്റി നിങ്ങൾ അതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്? അതെ, അതായത് ഇപ്പൊ അല്ല, അവർക്ക് സേവിങ്സ് വരുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ 30,000 സേവിങ്സ് എത്ര ബാക്കി വരുന്നുണ്ട്? അല്ല, ഇതിന്റെ കാര്യം എന്താ വെച്ചാല് 30,000 നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ചെലവില്ല വിചാരിക്കരുത്. ഈ കാര്യത്തില് താമസിക്കാൻ ചെറിയൊരു ഇത് കൊടുത്താൽ മതി, അപ്പുറത്തില്ല. അതിനെ താഴ്ന്നു കാണല്ല, പക്ഷെ എനിക്കറിയില്ല അതിനെ പറ്റി. ഈ ഒരു കാര്യത്തിൽ എന്റെ ടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവത്തിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ US പോയിട്ടാണ് വർക്ക് ചെയ്യുന്നത് വിചാരിച്ചോളൂ. അപ്പോൾ അവർ $1 ഉണ്ടാക്കി, അല്ലെങ്കിൽ വേണ്ട ഒരു $1,000 ഒരു മന്ത് ഉണ്ടാക്കി, ഹൈ ആണ് വെച്ചോളൂ, ഒരു $1,000 ഒരു മന്ത് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് ഇതിന് നമ്മളെ എന്താ ചെയ്യുക, ഒരു $1,000 ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ 20,000 രൂപ സാലറി ഉള്ളൂ, ഓൻ $1,000 ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? നിങ്ങൾ എന്താ ചെയ്യുക, ഓൻ 80,000 ഉണ്ടാക്കുന്നുണ്ട് പാർട്ട് ടൈം ചെയ്തിട്ട്. എനിക്ക് ഇവിടെ പാർട്ട് ടൈം ചെയ്ത് 20,000 കിട്ടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ പാർട്ട് ടൈം അല്ല, ഫുൾ ടൈം അതിന്റെ PPP കൂടെ നമ്മൾ നോക്കണം. അതാണ് ഞാനവിടെ നമുക്കൊരു അല്ല, കാരണം എന്താ വെച്ചാൽ അവിടെ നമുക്ക് ഇവിടെ 20,000 കൊണ്ട് ജീവിക്കുന്ന ലിവിങ് സ്റ്റാൻഡേർഡ് അതായത് PPP $US ഒരു PPP അറൗണ്ട് വരുന്ന 20 സംതിങ് ആണ്. അതേമാതിരി നമുക്ക് ഇത് വരുന്നത് എക്സ്ചേഞ്ച് റേറ്റ് വരുന്നു 80 സംതിങ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 20,000 കിട്ടുന്ന വാല്യൂയെ അവിടെ 80,000 കിട്ടുന്ന 80 സംതിങ് കിട്ടുന്നതിന് അല്ലെങ്കിൽ 90,000 കിട്ടുന്നതിന് ഉള്ളൂ. ഒബ്വിയസ്ലി അല്ല, അല്ല, ആ ലിവിങ് സ്റ്റാൻഡേർഡ്, ആ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ്, കാരണം ആ PPP-ന്റെ സ്റ്റാൻഡേർഡ് ലഭിക്കുള്ളൂ. അത് അതിൽ ആക്ച്വലി എനിക്ക് നല്ല ആ കാര്യത്തിൽ എനിക്ക് നല്ല ടേക്ക് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന സ്റ്റാൻഡേർഡ്സ് ഓക്കെ, പാർട്ട് ടൈം കഴിഞ്ഞ് അവർ ഫുൾ ടൈമിലേക്ക് വരുമ്പോൾ അവർക്ക് അവിടെ കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഫുൾ ടൈമിൽ അവിടെ വരുന്ന സമയത്ത് ഡെവലപ്ഡ് കൺട്രീസ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് സാലറിന്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അവർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു
ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടോ? പറയുന്നത് ശരിക്കും വ്യാജ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല ബെറ്റർ പ്ലേസ്മെന്റ്സ് വരും, അവർക്ക് ജോലി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല സാലറി, നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം സാലറി, ഐ മീൻ സാലറി, അവർ living standards സാഹചര്യം വളരാന്നുള്ളത്. പിന്നെ ഓപ്പർച്യൂണിറ്റി. ഇതാണ് ഞാൻ പറയാൻ വന്ന പോയിന്റ്. അതായത് ഓക്കെ പാർട്ട് ടൈം ചെയ്യുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഫുൾ ടൈം വേഴ്സസ് പാർട്ട് ടൈം ആണ്. ഓക്കെ, ഡിഫറൻസ് ഉണ്ട്, ഫുൾ ടൈം വേഴ്സസ് പാർട്ട് ടൈം ആണ്. അതേപോലെ തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി എങ്കിലും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? 1000 അതിന്റെ PBP എന്തോ എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ അവർക്ക് അവിടെ ആ ഒരു പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർക്ക് അവരുടെ സെൽഫ് ഫിനാൻസിങ് പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്, അവർക്ക് അവിടെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് ഓപ്ഷൻസ് ഉണ്ട്. വേറെ ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഈവൻ 20 hours വെച്ചിട്ട് തന്നെ അവരുടെ ഫീസും കാര്യങ്ങളും. ഒരു ലീഡർ നമുക്കില്ല, അതാണ് നമ്മുടെ പ്രശ്നം. അത്രേ ഉള്ളൂ. 2026 കേരളത്തില് പിന്നെ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളത്തിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. 10 വർഷമായിട്ടോടെ ഒരു ഏകദേശം 9.5 വർഷമായിട്ട് ഒരു പാർട്ടി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. LDF ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനാണ് ഇവിടെ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. അപ്പം ആ രൂപത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ നിലവിൽ പോകുന്നത്. ഇതൊന്നും ഇനി 2026 പിന്നെ വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ 2K കിഡ്സ് ആണ്. നമുക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് 2K കിഡ്സ് ആണ്. പിന്നെ അല്ലെങ്കിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് 2K കിഡ്സ്. തങ്ങൾ ആര് ഭരിക്കണം, ഇനി എങ്ങനെയാണ് ഞങ്ങളുടെ കേരളത്തിലെ ജീവിതം അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ആ രൂപത്തിലുള്ള പിന്നെ 2K കിഡ്സ് ആണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ എങ്ങനെയായിരിക്കും കേരളത്തിലെ ഇനി വരാൻ പോകുന്ന ഭരണം, അല്ലെങ്കിൽ പിന്നെ UDF LDF അതിനൊക്കെ അപ്പുറമായിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് ഏത് രൂപത്തിലാണ്? ഞാൻ ഇന്നാൾ ഭരിക്കും അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല, എങ്കിലും ഏത് രൂപത്തിലുള്ള ഒരു പിന്നെ പൊളിറ്റിക്കൽ ചേഞ്ചസ് ആയിരിക്കും അടുത്ത വർഷം പിന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? അടുത്ത വർഷം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഓൾറെഡി കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് തുടങ്ങുകയാണെങ്കിൽ നമുക്കറിയാം, കേരളം ഓരോ ഇലക്ഷൻ നടക്കുമ്പോഴും മാറി സർക്കാരിലും മാറി വരലാണ്. അതിനൊരു ലാസ്റ്റ് വർഷം നമ്മൾ പിണറായി സർക്കാരിനെ എന്ത് തന്നു, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കോവിഡ് വന്ന് ആ സമയത്ത് നല്ല രീതിയിൽ ഹെൽത്ത് കെയർ പോയി എന്നുള്ള പോസിറ്റിവിറ്റിയും കാര്യങ്ങളും എല്ലാം കൂടെ വന്നതുകൊണ്ട് തന്നെ ഒരു പോസിറ്റിവിറ്റി ആയി. പക്ഷെ ഇനി വരുന്ന ഒരു ഇലക്ഷനിൽ അതെ PR, ഐ മീൻ എന്താണോ പബ്ലിക്കിക്ക് എത്തുന്നത് അതാണ് ഇമേജ്. ഹെൽത്ത് കെയറിന്റെ PR ആണെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ ഗുഡ് വർക്ക് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതെ. അപ്പൊ 2026 വരുമ്പോൾ ഏറ്റവും മേജറായിട്ട് വരാൻ പോകുന്ന ഷിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആന്റി ഇൻകൺവീനിയൻസ് ഇതുണ്ടാവും. അതായത് പ്രസന്റ്ലി ഉള്ള ഒരു ഗവൺമെന്റിന് 2 വർഷം 10 വർഷം അടുപ്പിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചേഞ്ച് മാറ്റിക്കളയാം. അല്ല, ഇന്ത്യയിൽ വരാതിരിക്കാൻ ഒരു സാധനം ഇട്ട് കൊടുത്തുകൊള്ളു. ഇന്ത്യയിൽ തോട്ട് പ്രോസസ്സിനെ മരവിപ്പിച്ചിരിക്കണം. അതാണ് ഏറ്റവും ബേസിക് സാധനം. ആ ഒരൊറ്റ തോട്ട് പ്രോസസ്സ് മാറ്റി ഹിന്ദു മുസ്ലിം ഡിവൈഡിങ് ഉള്ള തോട്ട് പ്രോസസ്. പക്ഷെ കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ അതിന്റെ അലയൊലികൾ വരുന്നുണ്ട്. അതാണ് ഈ 2026 ഇലക്ഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റു നോക്കേണ്ട കാര്യം. UDF LDF എന്നുള്ള ഈ 2 ഇതിൽ നിന്ന് മൂന്നാമത് ഒരു പവർ ഉയർത്തെഴുന്നേറ്റ് വരുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ ഈ 2-ൽ മൂന്നാമത്തെ ഒരാളൂടെ പോവോ? അതെ, അതൊരു ചോദ്യം. നിങ്ങൾ ഒരാളും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് പിന്നെ രാജീവ് പിന്നെ ഇത്രയും കാലം സുരേന്ദ്രനായിരുന്നു BJP നയിച്ചുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറാണ് നിലവില് BJP ലീഡർ എന്ന് പറയുന്നത്. VD സതീശനാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ UDF നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ തന്നെയാണ് LDF പിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനുമാണ്. അതിനപ്പുറമായിട്ട് ഒരു ലീഡറിനെ നിലവില് പിന്നെ അത്രത്തോളം ലീഡറിനെ കണ്ടെത്താൻ ഇപ്പോഴും പിന്നെ LDF സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു സുരേന്ദ്രനെ പോലെ ഒരു കോമഡി കഥാപാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അയാള് പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ബിസിനസ് മാൻ ആണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് BPL മൊബൈലുമായി ബന്ധപ്പെട്ടിട്ട് അയാൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മോദി അല്ലെങ്കിൽ ആ ഒരു ഹിന്ദു മുസ്ലിം സാധനം ഉണ്ടല്ലോ, അതിന് പ്ലസ് ആയിട്ട് ഇത്രയും കാലം UDF LDF കൊടുത്തില്ലേ, നമുക്കൊന്ന് മാറ്റി കുത്തിയാലോ എന്നുള്ള ഒരു സാധനത്തിലേക്ക് യൂത്ത് എത്തിയിട്ടുണ്ടോ? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കേരളത്തിന്റെ ഒരു യൂത്ത് പക്ക BJP RSS ആന്റി ഇതിലാണ്. മെജോറിറ്റി ഓഫ് ദ യൂത്ത്, എല്ലാത്തിലും ഒരു എക്സെപ്ഷൻസ് ഉണ്ടാവും. മെജോറിറ്റി ഓഫ് യൂത്ത് ഇപ്പം BJP RSS. കാരണം ആ ഒരു കാര്യത്തിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടീസിന്
എന്ത് തന്നെ ആയാലും അത് LDF UDF ആര് തന്നെ ആയാലും യൂത്തിന്റെ ഇടയിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിൽ ഇപ്പോൾ BJP എടുക്കുന്ന ഒരു സാധനം ആണെങ്കിൽ പോലും എനിക്ക് ഫീൽ ചെയ്തത് ഹിന്ദു മുസ്ലിം ഡിവൈഡ് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കത്തിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിലേറെ അവർക്ക് റീച്ച് കിട്ടുന്നത് ക്രിസ്ത്യാനിറ്റിന്റെ ഇടയിൽ ഒരു ഇളക്കം കൊടുക്കാനാണ്. ക്രിസ്ത്യൻ വോട്ടുകളെ ഒന്ന് ഭിന്നിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവരിപ്പോൾ മേജറായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂത്തിന്റെ ഇടയിൽ കേരളത്തിലെ യൂത്ത് എന്ന് പറയുന്നത് പൊതുവെ ഇന്ത്യ രാഷ്ട്രീയ കോൺഗ്രസിൽ പൊതുവെ എല്ലാവരും BJP RS നോട് ഒരു എതിർപ്പുള്ളവരാണ്. ആന്റി BJP എന്നുള്ളൊരു ചായ്വുണ്ട്. അതുകൊണ്ട് UDF LDF തന്നെ പൊതുവെ BJP അല്ലെങ്കിൽ ഈ റൈറ്റ് വിങ് പാർട്ടീനെ ഒരു കോമിക്കൽ രീതിയിലാണ് നമ്മുടെ യൂത്ത് കാണുന്നത്. അതെ, ഐ മീൻ ഇപ്പോ സുരേഷ് ഗോപിന്റെ 2 ബൈറ്റ് എടുത്ത് ചിരിക്കാൻ റീൽസ് കാണുമ്പോൾ ഐ മീൻ ആ ഒരു കോമഡി എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അതുപോലെ അതെ, അത്തരത്തിൽ സുരേന്ദ്രന്റെ ഇത് ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ അതിനിതാക്കനെ ഇപ്പൊ PC ജോർജ് പുതിയ ഇത് കിട്ടിയിരുന്നത്. പിന്നെ അതോടൊപ്പം അത് തമാശയായി എടുക്കേണ്ടത് എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷെ പിന്നെ അടുത്തതായിട്ട് പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഈ വോട്ടുകളിലേക്ക് വരുമ്പോൾ LDF UDF എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ BJPയിലോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അടുത്ത വരാൻ പോകുന്ന ഇലക്ഷനിൽ എന്തായിരിക്കും ചർച്ച? ഇവിടെ യുവാക്കൾക്ക് കൃത്യമായിട്ട് ജോലി കിട്ടാത്ത അവസ്ഥ ചർച്ചയാവുമോ, അല്ലെങ്കിൽ പിന്നെ സാധാരണ നോർത്തിലൊക്കെ ഉള്ള പോലെ തന്നെ മതം മാത്രമാവുമോ ചർച്ച, അല്ലെങ്കിൽ എന്തായിരിക്കും യൂത്ത് കാണുന്ന ഈ വരാൻ ഞാൻ പറഞ്ഞത് 2K കിഡ്സ് ആണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അവര് എങ്ങനെയായിരിക്കും വോട്ട് ചെയ്യാൻ? ആദ്യം തന്നെ എടുത്ത് പുറത്തു വെക്കുക. അത് ഈ കേരള മണ്ണിൽ ഇളക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ മതം. ആസ് ഓഫ് നൗ, ഫ്യൂച്ചറിൽ മേ ബി മാറാം. ഇപ്പോ മതം എന്ന കാര്യം യൂത്തിനെ അത്രത്തോളം അതില് ഞാനൊരു ടേക്ക് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോഴും അതിന്റെ ഒരു സ്റ്റാർട്ടിങ് അലയൊലികൾ വന്നിട്ടുണ്ട്. ഈവൻ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ പോലും നമുക്ക് സംസാരിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ എമ്പുരാൻ സിനിമ തന്നെ തുടങ്ങി ആ കാര്യത്തിൽ എടുത്തു പറഞ്ഞപ്പോഴും ഈ മതത്തിന്റെ ചർച്ചകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഒന്നാമത് ഈ മതം നമ്മുടെ കേരളത്തിൽ കമന്റ് ബോക്സിലും സോഷ്യൽ മീഡിയയിലും കാണാം. ചിലപ്പോ സംഘികളുടെ കമന്റ്സ് അപ്പോഴും ഉള്ള സംഭവം കാണാണെങ്കിലും ടീമിന്റെ ഇത് ചർച്ചയാണെങ്കിലും അത് മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ എത്ര കോടികളോ ലക്ഷങ്ങൾ കോടിയാണ്. ഇവിടെ ഒരു 1000-2000 ആൾക്കാർ അപ്പുറത്തും തല്ലുണ്ടാക്കിയെന്ന് വെച്ചാൽ റിയൽ ലൈഫിൽ വലിയൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. നിങ്ങൾ നേരത്തെ ചോദിച്ച എംപ്ലോയ്മെന്റ് കാര്യം ഇവിടെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യൂല. കാരണം കാലങ്ങളായിട്ട് നമ്മുടെ കേരള യൂത്ത് കേരളത്തിലല്ല ജോലി തപ്പിയിട്ടുള്ളത്. അത് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഗൾഫ് നാടുകളിലായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ പുറത്തോട്ട്. എന്തൊരു പ്രോബ്ലം ഉണ്ടടാ, പിന്നെ CPO എന്ന് പറഞ്ഞിട്ട് പോലീസുമായി ബന്ധപ്പെട്ടിട്ട് യൂത്തിന്റെ 2 സമരങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ പിന്നെ സർക്കാർ ജോലി എന്നുള്ളത് കേരളത്തിൽ വലിയൊരു സംഭവമായിട്ട് കാണുന്നതാണ്. ഇപ്പം പോലും ഒരു പെൺകുട്ടികളെ സ്ത്രീകളായിട്ടുള്ള CPOക്കാർ സമരത്തിലാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ സാധ്യതയില്ലേ? ഗവൺമെന്റ് ജോലി തങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പിൻവാതിൽ നിയമനം കേരളത്തിൽ എല്ലാ പാർട്ടിയും ഒരു പാർട്ടീനെ മാത്രമേ അത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വോട്ടിൽ അതൊരു ചർച്ചയാവാൻ സാധ്യതയില്ല. അത് നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ പാർട്ടികളും ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ആർക്കും അതൊരു അപ്പുറത്തോട്ട് എറിയാനുള്ള ഒരു കല്ലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, നേരത്തെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞപ്പോഴും ഇറ്റ്സ് നോട്ട് ബിഗ് എനഫ് ഓഫ് എൻ ഇഷ്യൂ ടു ബി ടോക്ഡ് അബൌട്ട്. ചെറിയൊരു വലിയ സംഭവമായിട്ട് കാണുന്ന ഗവൺമെന്റ് ജോലി, പക്ഷെ എന്നാലും അതിലോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റി ഭയങ്കര ചെറുതാണ്. കാരണം പൊതുവെ ഇവിടെ മറുനാടിൽ പോയി പ്രവാസി വലിയൊരു പൊളിറ്റിക്കൽ ഡിബേറ്റ് നടന്ന ഒരു നാട്ടിൽ നിന്നാണ് ആഷിഫ് വരുന്നത്. ആഷിഫ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിൽ തൃത്താലയിൽ നിന്നാണ് ആഷിഫ് വരുന്നത്. തൃത്താലയില് പിന്നെ സജീവമായിട്ട് ഇന്ന് VT ബൽറാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. UDF എന്ത് വന്നു കഴിഞ്ഞാലും അടുത്ത വർഷം ഭരണത്തിൽ കാരണം പ്ലസ് ആയിട്ട് VT ബൽറാമിനെ നിയമസഭയിൽ എത്തിക്കണം എന്നുള്ളത് UDF വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനൊത്ത എതിരാളി തന്നെയാണ് കേരളത്തിൽ ആദ്യം സ്പീക്കർ ആവുകയും നിലവിൽ പിന്നെ വലിയ രീതിയിൽ ചർച്ചയാവുന്ന നമ്മുടെ മന്ത്രിയായിട്ടുള്ള രാജേഷാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പം ഒരു വോട്ടർ എന്ന നിലയിൽ എന്തായിരിക്കും കേരളത്തിലെ ബേസ്, എന്തായിരിക്കും തൃത്താലയിലെ ബേസ് എന്തായിരിക്കും എന്നുള്ളത് ആഷിഫ് പറഞ്ഞാൽ അവിടെ മെയിൻ ആയിട്ട് ഒരു സംബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ +2 പഠിക്കുന്ന സമയത്തൊക്കെയാണ് ബൽറാം അവിടെ MLA ആയിട്ട് വരുന്നത്. പിള്ളേരുടെ ഇടയിൽ ബൽറാം ഉണ്ടാക്കിയൊരു വേവ് ഉണ്ട്. ഇപ്പം ഞാനൊക്കെ ക്യൂ നിന്നിട്ടുണ്ട് ബൽറാമിൻ്റെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങേര് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓറ, അല്ലെങ്കിൽ അങ്ങേര് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഭാഷയിൽ ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ ഒരു റിസ് അടിപൊളിയാണ്. ആള് കൊണ്ടുവന്നിട്ടുള്ള ഒരു വേവ് നല്ല അടിപൊളിയായിരുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ ഏത് മരിച്ചു വീട്ടിൽ പോയാലും ഒരാളുണ്ടാവും.
ഏത് കല്യാണത്തിൽ പോയാലും ആളുണ്ടാവും. പേര് പാർക്കല്, കുറ്റിവിഷ, അങ്ങനത്തെ പരിപാടികൾ. നാട്ടിലൊരു ഉത്സവം ഉണ്ടോ, അവിടെ MLA വണ്ടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളുള്ള ഒരാളായിട്ട് നമുക്ക് ബൽറാമിനെ കൗണ്ട് ചെയ്യാൻ ഈസി ആയിരുന്നു. ലൈക്ക് നമ്മൾ മറ്റേ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ദ ബോയ് നെക്സ്റ്റ് ഡോർ. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ഒരാളെ പോലെയായിരുന്നു ബൽറാമിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും. അദ്ദേഹത്തിൻ്റെ 1-2 സ്റ്റേറ്റ്മെൻറ്റ് കാരണമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത്, ആ MLA സീറ്റ് പോയത്. AKGയുമായി ബന്ധപ്പെട്ട് ഒരു അങ്ങേർക്ക് പറയാൻ പാടില്ലായിരുന്നു. ഒബ്വിയസ്ലി അങ്ങേരുടെ ചോയ്സാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പെർട്ടിക്കുലർ പഞ്ചായത്ത്, 2 പഞ്ചായത്ത് ഇറങ്ങി തിരിച്ചിട്ടാണ് ബൽറാമിനെ ആ സീറ്റിൽ നിന്ന് പുറത്താക്കിയത്. അറൗണ്ട് ലെസ് ദാൻ 3000 വോട്ട്സ്. അതായത് ആ 2 എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇപ്പൊ എണ്ണിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് തിരുമിറ്റക്കോട് നാഗലശ്ശേരിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇടത് ബെൽറ്റാണ്. ബെൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തകർക്കാൻ പറ്റാത്ത ബെൽറ്റാണ്. പാർട്ടി ഗ്രാമം എന്നൊക്കെ പറയുന്ന പോലത്തെ ബെൽറ്റാണ്. അവരാണ് ആക്ച്വലി ബൽറാമിനെ തോൽപ്പിച്ചത്. മുന്നേ ജയിച്ചതാകുമ്പം പിന്നെ ആ ബെൽറ്റിന് ഒരു പ്രാധാന്യം ഉണ്ട് അവിടെ. ഉണ്ട്. കാരണം അവിടെ ഒരിക്കലും ബൽറാമിനെ തോൽപ്പിച്ചിട്ടാണ് ബൽറാമിന്റെ മുന്നേ ജയിച്ചത്. അപ്പൊ ആ ബെൽറ്റിന് പ്രാധാന്യം ഉണ്ടോ? അവിടെയാണ് ഒരു മെയിൻ സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്. ബൽറാം ഭയങ്കര ഫേമസ് ആയതും മുന്നേ ഉണ്ടായിരുന്ന MLA, ബൽറാമിന് മുന്നേ ഉണ്ടായിരുന്ന MLA ഒരു ഇന്ന് MP രാജേഷ് എന്തായിരുന്നു അതേ എഫക്റ്റീവാണ് മുന്നേ ഉണ്ടായിരുന്ന MLA ഉണ്ടായിരുന്നത്. അവിടെ ബൽറാമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ക്യാമ്പയിന് വേണ്ടി വരികയും ആദ്യമായിട്ടാണ് ആ ഒരു ഏരിയയിലേക്ക് രാഹുൽ ഗാന്ധി ഒക്കെ വരുന്നതും. രാഹുൽ ഗാന്ധി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അറിയാലോ, ലൈക്ക് നമ്മളൊക്കെ കോൺഗ്രസ്സുകാരാണെങ്കിലും ഇപ്പൊ ഈവൻ ഞാനാണെന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയൊക്കെ വന്ന് നേരിട്ട് ഒരാൾക്ക് ക്യാമ്പയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഒരു വോട്ട് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. നിഷ്പക്ഷ വോട്ടുകൾ കണ്ടമാനുള്ള ഒരു മണ്ഡലമാണ്. പിന്നെ അതേപോലെ തന്നെ കോൺഗ്രസിനും അവിടെ സെയിം മണ്ഡലത്തിൽ ഓപ്പോസിറ്റ് സൈഡിൽ ബെൽറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങേർക്ക് ഓൾറെഡി അവിടെ ഒരു നിഷ്പക്ഷ വോട്ടുകളുടെ സമാഹാരം, അതായത് 10,000-കണക്കിന് വോട്ടിനാണ് ആൾ 2ാം വട്ടം അവിടെ MLA ആയത്. ആ സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിൽ തിരിഞ്ഞത് ഒബ്വിയസ്ലി ഇടത് വോട്ടുകളാണ്. ഇടത് നിഷ്പക്ഷ വോട്ടുകൾ അങ്ങേർക്കെതിരെ തിരിഞ്ഞു. അതിന് ആ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കാരണമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ടു ബി ഹോണസ്റ്റ് ബൽറാം ബെറ്റർ ആയിരുന്നു. ഇന്ന് MP രാജേഷ് വന്നു, സംഭവം ശരിയാണ്. ഞാൻ പറഞ്ഞ അതേപോലെ ആ 2 പഞ്ചായത്ത് എടുത്തു പറയുന്നു, തിരുമിറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തുകൾ. തിരുമിറ്റക്കോട് പഞ്ചായത്ത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും വോട്ട് ഷെയർ ഉള്ള പഞ്ചായത്താണ്. അവിടെ ഇടത് ബെൽറ്റുകൾ കണ്ടമാനുണ്ട്. നാഗലശ്ശേരിയും സെയിം സംഭവം തന്നെയാണ്. പക്ഷേ ഈ MP രാജേഷിനെ ജയിപ്പിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്ന ആ ഒരു പഞ്ചായത്തിൽ ഇന്നൊരു വലിയൊരു ക്രൈസിസ് നടക്കുന്നുണ്ട്. അവിടെ ഒബ്വിയസ്ലി കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്ന പോലെ ഒരു കോറി തന്നെയാണ് അവിടുത്തെയും പ്രശ്നം. ആ കോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോറി നടക്കുന്നത് പല രീതിയിൽ പ്രശ്നങ്ങളൊക്കെ കാണിച്ചിട്ടും ഇതാക്കിയിട്ടുമാണ്. അവിടെ ജനകീയ സമരം നടക്കുന്നുണ്ട്. അവിടെ അതല്ലാത്ത പല വിഷയങ്ങളും നടക്കുന്നുണ്ട്. കുടിവെള്ളത്തിനെ പറ്റിയിട്ടും ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. MP രാജേഷ് ചിത്രത്തിലില്ല. അറ്റ്ലീസ്റ്റ് കല്യാണപ്പേരയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൽറാമിനെ കാണാൻ പറ്റിയിരുന്നു. ഇത് ആവശ്യ സമയത്തില്ല, അത്യാവശ്യ സമയത്തില്ല. ഈവൻ നിയമസഭയിൽ പോലും നമുക്ക് MP രാജേഷിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് കറന്റ്ലി സിറ്റുവേഷൻസ് ഒക്കെ കിടക്കുന്നത്. ആ ഒരു കാരണത്തിൽ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു മണ്ഡലത്തിന്, എൻ്റെ ഉമ്മാൻ്റെ മണ്ഡലമാണ് കേട്ടോ, എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലുള്ള മണ്ഡലമാണ്. കാരണം ഞാൻ പഠിച്ചതും ഇതാക്കിയതൊക്കെ ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ചിട്ടായതുകൊണ്ടാണ് എനിക്ക് അവിടെ കുറച്ചുകൂടെ ഡെപ്ത് നോളജിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ കറന്റ് സിറ്റുവേഷനിൽ MP രാജേഷിനെതിരെ ആ മണ്ഡലത്തിൽ നിന്ന് തിരിയും. കാരണം അവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റുകളിലോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഇഷ്യൂസിലോ ഈവൻ MP രാജേഷിന് MLA ആക്കി ആ MLA പദം വെച്ചിട്ട് ഇന്ന് മന്ത്രിയാക്കിയ ആ 2 പഞ്ചായത്തുകളോട് പോലും കൂറില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പല രീതിയിലും കാണുന്നുണ്ട്. ഇതെല്ലാ ജനപ്രതിനിധികളുടെ സൈഡിലും എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് കൈൻഡ് ഓഫ് മടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഒരു ഓപ്പോസിഷൻ തിരിയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ ഒരു മൂന്നാമതൊരു പാർട്ടി അല്ലെങ്കിൽ മൂന്നാമതൊരു ശക്തി വരും എന്നുള്ള കാര്യത്തിൽ ചാൻസ് ഇല്ല. നിയമസഭയിൽ അയാളില്ല എന്നുള്ളത് മാത്രം കട്ട് ചെയ്താണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടിലൊന്നും ലാസ്റ്റ് എന്ന ഡിബേറ്റിൽ വരെ ആള് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ആഷിഫ് വിചാരിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പില് പിന്നെ UDF ഭരണത്തിലേറുന്നതാണ്. അവിടെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലായിക്കോട്ടെ കേന്ദ്രത്തിലായിക്കോട്ടെ ഓപ്പോസിഷൻ ഡെഡാണ്. അപ്പോൾ അതേപോലെ വേറൊരു സംഭവം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എമ്പുരാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു കോൺട്രവേഴ്സീസ്, ഇത് ആക്ച്വലി നമുക്ക് നമ്മളുടെ നാട്ടിൽ വരുന്ന ഒരു ആർട്ട് ഫോംസിനെ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സിനിമാസിനെ ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് അവരെ ബാധിക്കുന്നത്? ലൈക്ക് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്, ഇതേപോലെ ED ആയിട്ടും ഇൻകം ടാക്സ് ആയിട്ടും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ലൈക്ക് എന്തായിരിക്കും? മലയാളത്തിൽ പൊളിറ്റിക്കൽ സിനിമ ഇനിയും ഒരുപാട് ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടുത്തെ പിന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ,
താഴ്ന്ന ജാതിക്കാർ അനുഭവിക്കുന്ന, ആദിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇനിയും മെയിൻ സ്ട്രീമിലേക്ക് വരാൻ ഇനിയും സാധിച്ചിട്ടില്ല. അത്തരം സിനിമകൾ ഇന്നും അവാർഡ് സിനിമകളെ പോലെ നമ്മുടെ സൊസൈറ്റി കാണുന്നത് എന്നുള്ളതാണ്. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് അത്തരത്തിലുള്ള സിനിമകൾ മെയിൻ സ്ട്രീമിലേക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന, ഒരുപാട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ തമിഴ്നാട്ടിൽ സാധിക്കുന്നുണ്ട്. എന്നാൽ മലയാളത്തിൽ അത് സാധിക്കുന്നില്ല എന്നുള്ളത് അത്തരത്തിലുള്ള സംഭവങ്ങൾ പിന്നെ ഡോക്ടർ ബൈജുവിനെ പോലെ അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അദ്ദേഹം ഇവിടുത്തെ അത് സിനിമ ചെയ്യുന്നത്, അയാൾ പറയുന്നത് സിനിമ ചെയ്യുന്നത് ഇവിടുത്തെ ആളുകളുടെ കയ്യടി നേടാനല്ല, സത്യം പറയാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള സിനിമകൾ ആളുകളെ കാണിച്ച് ഇവിടെ ഒരുപാട് ആളുകൾ കാണിക്കുന്ന രൂപത്തിലേക്ക്, അത്തരത്തിലുള്ള ഒരു ശൈലിയിലേക്ക് മലയാളത്തിലെ സിനിമ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആവശ്യത്തിൽ പറയാനുള്ളത്. ഇതിൽ മെയിനായിട്ട് വേറൊരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ഒരു സിനിമ, ഇപ്പോൾ മാമന്നൻ, JBM അതേപോലത്തെ സിനിമകൾ തമിഴ്നാട്ടിൽ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ പൊളിറ്റിക്കലി ലൗഡായിട്ടുള്ള സിനിമകൾ വരുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റൻസ് കൂടുതലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമ്മളുടെ നാട്ടിൽ നേരെ ഒരു ഓപ്പോസിറ്റ് രീതിയിലേക്ക് മാറുന്നത്? അതായത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കലി ലൗഡായിട്ടുള്ള സിനിമകൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള മേക്കേഴ്സിന്, ലൈക്ക് അവർ ഒട്ടും ബോധേഡല്ല. ഈവൻ സൂപ്പർ സ്റ്റാർസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ എടുക്കുന്നില്ല. പക്ഷേ സൂര്യയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യ അവിടെ ആ ഡയറിങ് ആയിട്ടുള്ള JBM പോലത്തെ ഉള്ള ഒരു ഡയറിങ് ആയിട്ടുള്ള പ്രൊജക്റ്റ് അവർ ഏറ്റെടുത്തു. ഫഹദ് ഫാസിൽ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷെ അവർ തമിഴ്നാട്ടിൽ പോയിട്ട് അതേപോലത്തെ അത്രയും പൊളിറ്റിക്കലി ലൗഡായിട്ടുള്ള ഒരു സിനിമ, ലൈക്ക് ദളിത് അല്ലെങ്കിൽ അങ്ങനത്തെ താഴ്ന്ന ജാതിക്കാരുടെ അല്ലെങ്കിൽ അവരുടെ ക്ലേശകരമായിട്ടുള്ള ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന ഒരു സിനിമ അവരവിടെ പോയിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ കൊമേഴ്ഷ്യലി ഹ്യൂജ് സക്സസ് ആണ്. JBM ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഓളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൗഡാണ്. പക്ഷെ അത് അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് ഭയങ്കര സൈലന്റ് ആവുകയും തമിഴ്നാട്ടിൽ കുറച്ചുകൂടെ ലൗഡ് ആവുകയും ചെയ്യുന്നത്? കേരളത്തിൽ ഗ്രൗണ്ട് ലെവലിൽ സിനിമാ പ്രവർത്തകരെന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും അതിനേക്കാൾ ഭയമാണ് കേരളത്തിലെ ഡയറക്ടേഴ്സിന് എന്തുണ്ട് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത ഇത്തരം സാധനങ്ങളൊക്കെ കുറയ്ക്കാന് എന്തായിട്ടുണ്ട് ഇന്നത്തെ ആഷിക കപൂറിനെ പോലെയുള്ള ആ ഒരു ആ ഒരു ബെൽറ്റ് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഭാവിയിൽ അത്തരത്തിലുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് വളർന്നു വന്നു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെയിൻ സ്ട്രീം ആക്ടേഴ്സ് അതിനകത്ത് കൂടുതലായിട്ട് അഭിനയിച്ചാൽ തന്നെ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുകൾ ആളുകളുടെ മാറി അത്തരത്തിലുള്ള ഒരു വളർച്ചയിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ വലിയ രീതിയിൽ സിനിമ പഠിക്കാത്തത് കൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് പറയാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ എൻ്റെ ടേക്ക് എന്ന് വെച്ചാൽ, നമ്മുടെ മലയാളീസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ആട്ടം പോലെയുള്ള നല്ല മൂവീസ് ഉണ്ട്. ആട്ടം വൈഡ് സ്പ്രെഡ് ആയിട്ട് നല്ല അക്സെപ്റ്റൻസ് കിട്ടിയതാണ്. തിയേറ്ററിൽ കിട്ടിയോ എന്നുള്ള ചോദ്യമാണെങ്കിലും OTT ഇറങ്ങിയപ്പോൾ അതിന് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൂവി തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളത് നിർമ്മാതാക്കളുടെ ഉത്തരവാദിത്വം കൂടെയാണ്. സോ നല്ല നല്ല മൂവീസ് വന്ന മലയാളീസ് സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഓക്കെ, ഇപ്പൊ ഈ എമ്പുരാനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നടക്കുന്ന ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടല്ലോ, അതായത് ഭയങ്കരമായിട്ട് ED കയറുന്നു, ഇൻകം ടാക്സ് കയറുന്നു. അതായത് ഒരു സിനിമ പൊളിറ്റിക്കലി ലൗഡായി എന്നുള്ളതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് അതിനെ ഓവർലി അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതിൽ എനിക്കെന്ത് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊളിറ്റിക്കലി അവിടെ ഒരു പ്രശ്നമുണ്ട്. എമ്പുരാനിൽ ഇത്രമാത്രം പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ടോ ഈ കോൺട്രവേഴ്സി വരുവോളം എന്നുള്ള ചോദ്യമാണ്. ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞു, കണ്ടവർക്കൊക്കെ ആ സംഭവം നടന്നു എന്നുള്ളതിന് ഇതാക്കി ആ ഒരു പരിപാടി കഴിഞ്ഞ് പോയിരുന്നുവെങ്കിൽ ഇത്ര വലിയ കോൺട്രവേഴ്സി വരുന്നില്ല എങ്കിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ഗോത്ര കലാപത്തെക്കുറിച്ച്, ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന ആളുകളിൽ ഒരു 70% ആളുകളും അതിനെക്കുറിച്ച് ഇതാക്കില്ല. അതൊരു സിനിമയിൽ നടന്ന റിയോട്ട്, അതിന്റെ ബാക്കി കാര്യങ്ങൾ, അതിൽ നിന്ന് വന്ന ഒരു സയ്യിദ് മസൂദ് അവന്റെ പക വീട്ടുന്നു, ആ ഒരു കൺസെപ്റ്റിലെത്തിയിരുന്നു. പക്ഷേ ഇത് കൊള്ള എൻ്റെ അടുത്ത് കൊണ്ടു എന്നുള്ളതാണ് ഇത്. ഇപ്പൊ ED റൈഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇതിന്റെ പിന്നിലായിട്ട് വരുന്ന ഇതിന്റെ റെസ്പോൺസുകൾ ആയിക്കോട്ടെ, അത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കൊള്ളേൻ്റെ അടുത്ത് ഈ അടി കൊണ്ടിട്ടുണ്ട്. അവർക്ക് നേരത്തെ ഉപയോഗിച്ച മാതിരി തന്നെ അവർക്ക് തീ പുകഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഡേ ബൈ ഡേ ഗോപാലിന്റെ റൈഡ് നടന്ന് അത് കഴിഞ്ഞ് ഡയറക്ടർ പൃഥ്വിരാജിന് വന്നു, നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ വന്ന് അതെ മോഹൻലാൽ വരുമോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. കാരണം മോഹൻലാലിനെ പദവി കളയണം എന്ന് പറയുമ്പോഴും മോഹൻലാലിനെ അവര് ഒരു RSS ഞങ്ങളുടെ ഒരു ബേബിയാണുള്ള രീതിയിൽ താലോലിച്ചു കൊണ്ട് നടന്നിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര കൊണ്ടതും. അവർക്ക് ഇത്രയും മാത്രം പേഴ്സണലി കൊള്ളാൻ കാരണം മോഹൻലാലിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളൊരു സാധനം കൂടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. ഓക്കെ.